ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത് എന്നാണ് എൻ്റെ ഒരു ഇത്. ചുമ്മാ തള്ളി മറിക്കാൻ വേണ്ടി പറയല്ല. ഞാനിത് ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ആലോചിച്ച് വെച്ചൊരു സംഭവമാണ്. ഇത് മര്യാദയ്ക്ക് ഈ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് കൊടുക്കണം. അതിപ്പോൾ എങ്ങനെയാണ് പറയുക, കുറേ സ്ക്രിപ്റ്റ് എഴുതി നോക്കി, കുറേ സിനാരിയോ നോക്കി, ഒന്നും അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ. അതായത് വി ഷുഡ് ഓൾ നോ ദിസ്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടണം ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. കൾച്ചർ വാർ എന്താണെന്നും ക്ലാസ് വാർ എന്താണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസവും എങ്ങനെയാണ് നമ്മൾ ഈ കൾച്ചർ വാറിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്, ക്ലാസ് വാറിലേക്ക് നമ്മൾ എത്താത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൾച്ചർ വാറായിരിക്കും ഒരു 1000 കൾച്ചർ വാർ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ക്ലാസ് വാർ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതൊക്കെ പറഞ്ഞ എന്താണ്? ഓക്കെ, ഈ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് എല്ലാവരും ഈ വീഡിയോ കാണണം എന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ADHD ഒക്കെ പുറത്തെടുത്ത് വലിച്ച് നീട്ടി ഓഫ് ടോപ്പിക്കിലേക്കത് പോവാതെ ക്രിസ്പായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഞാൻ പറയാൻ ശ്രമിക്കാം. എന്തായാലും എല്ലാവരും കാണുള്ളൂ എന്ന് എനിക്കറിയാം. സോ ഐ എം ഗോയിങ് ടു ഡൂ ദാറ്റ് ഫോർ ദിസ് വീഡിയോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ട പേരെന്തായിരിക്കും? ഇല്ലുമിനാറ്റിക്കാർ ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. നമ്മളെ എല്ലാ സാധാരണ ആൾക്കാരിനും കൺട്രോൾ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ കേൾക്കുക ഇല്ലുമിനാറ്റിയൊക്കെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു സംഭവമാണ്. ഗ്ലോബൽ എലീറ്റ്സ്, ഈ 1% ഉള്ള ആൾക്കാർ, ബില്യണർ ട്രില്യണറായിട്ടുള്ള ആൾക്കാർ, അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അവരൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനി ഇതുമല്ല, ഇനിയിപ്പോൾ പുതിയ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സയനിസ്റ്റുകളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ഇസ്രായേലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബില്യണറായിട്ടുള്ള ആൾക്കാർ പീറ്റർ തീലും ഇലോൺ മസ്കും ജെഫ് ബെസോസും പോലത്തുള്ള ആൾക്കാരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണിതൊക്കെ? ഇവർ എന്തിനാണപ്പം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? ഈ ചുമ്മാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റീൽസ് നോക്കി ഇരിക്കണ, ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപ ബാലൻസ് ഉണ്ടാവും, അതിലാണെങ്കിൽ 5000 രൂപ EMI തന്നെ ഉണ്ടാവും. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നോ ഒന്നും ആലോചിക്കാതെ ചുമ്മാ റീൽസും കണ്ട് അങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്ത് ഇരിക്കണ എന്നെ എന്തിനാണോ ഇവർ കൺട്രോൾ ചെയ്യണത്? വൈ? നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഉണ്ടാക്കി കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നു. എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റമോ? ബട്ട് വൈ? എന്തിന്? എന്താണ് അതിൻ്റെ ആവശ്യം? പൈസക്കാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ബില്യണർ കൂടിപ്പോയ $1 ട്രില്യൺ. ഈ $1 ട്രില്യൺ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറേ ലോകം മുഴുവൻ മേടിക്കാൻ പറ്റുമോ? പല ഗവൺമെൻറ്റിനെയും വിലയ്ക്ക് വാങ്ങിക്കുക. അത് നമ്മളെക്കാളും പൈസക്കാരും ഒരുത്തം വന്നാൽ അവരൊക്കെ അവരിൻ്റെ പിന്നാലെ പോകും. പിന്നെ ഇപ്പോൾ എലോൺ മസ്ക് ചെയ്യുന്ന പോലെ കുറേ റോക്കറ്റ് വിട്ട് ഞാൻ ഇനി എർത്തൊക്കെ മതിയായി, ഞാൻ മാർസിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പൈസ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഒരു ലിമിറ്റില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിലെ എല്ലാ ആൾക്കാരിനെയും പൈസ കൊടുത്ത് മേടിക്കാനോ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ആൾക്കാരിനെയും എൻ്റെ സ്ഥലവും മുഴുവൻ നമുക്ക് മേടിക്കാൻ പറ്റുമോ? അത് കിട്ടിയെന്ന് വെച്ചോ, പിന്നെന്ത് ചെയ്യും? എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, വൈ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേര് ഇല്ലുമിനാറ്റി. പലരും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ. ആ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് സിനിമയൊക്കെ ഇറങ്ങിയില്ല, അപ്പോഴാണ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടീംസ് ഉണ്ട്. അവരിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒരു വട്ടമേശ സമ്മേളനം പോലെ ഇരുന്ന് ലോകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ മീറ്റ് ചെയ്യും. അതിലവർ തീരുമാനിക്കും ആരെവിടെ എന്തൊക്കെ സംഭവിക്കണം എന്നൊക്കെയാണ് ഞാൻ എല്ലാവരുടെയും പോലെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ആദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ഞാനപ്പോൾ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഇപ്പോൾ ഇത്തിരി വിവരം കുറവാണ്, ഇപ്പോഴത്തെ വിവരം ഉണ്ട് എന്നല്ല, കണക്കന്നെയാണ് അപ്പോഴും.
അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ചിന്ത എങ്ങനെ പോയിച്ച് എന്തിനാണ് അപ്പം എന്നെ കൺട്രോൾ ചെയ്യണം, എന്നെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് എന്ത് ലാഭം? ഒരു ജെന്യുവൻ ക്വസ്റ്റ്യൻ അല്ലേ? അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ തന്നെ ഇതിനുള്ള ഉത്തരമാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വൈ എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഇൻ ദിസ് വീഡിയോ. ഓക്കെ, എവരി വൺ ഷുഡ് വാച്ച് ദിസ്. എല്ലാവരും ഒരിക്കലെങ്കിലും കേൾക്കണം, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നമ്മളെങ്ങനെയാണ് ഈ ഒരു ചുഴിയിൽ പെട്ട് ഈ എപ്പോഴും ഇങ്ങനെ കറങ്ങി ഒരു അന്തമില്ലാണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, ജീവിക്കുന്നു, കുറേ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, കുറേ EMI വരുത്തുന്നു, അത് അടയ്ക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നു, കുറേ പൈസ ഉണ്ടാക്കുന്നു. ആ പൈസയൊക്കെ ചിലപ്പോൾ കിട്ടുന്നു, ചിലപ്പോൾ കിട്ടാതെ പോകുന്നു. ഇനിയിപ്പോൾ കുറച്ച് പൈസ കിട്ടി, അതൊക്കെ അടച്ചു, കടമൊക്കെ തീർത്തു, ഒരു വീടൊക്കെ വെച്ചു, കാർ മേടിച്ചു, ഒരു ഭാര്യ കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി, കുട്ടി വലുതായി, അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ മരിച്ചു. പിന്നെ ആ കുട്ടി ഇതേ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം അത് അവരുണ്ടാക്കിയെന്നാണല്ലോ അവർ പറയുന്നത്. ആരോ നമുക്ക് ഉണ്ടാക്കി തന്നു ഈ സിസ്റ്റമാണ് നമ്മളെ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറയില്ലേ? എന്തിനായിരിക്കും ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? നമ്മളെപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഞാനിതൊക്കെ എന്തിനാടാ ചെയ്യണത്? ഇതെന്താണ് കുറേ പൈസ? ഈ പൈസയൊക്കെ ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയിൽ ഒരേപോലെയല്ലേ ഇവിടെ ജനിച്ച് വീണത്? ആ ഭൂമിയിൽ ഒരു സ്ഥലം മേടിക്കാൻ ഞാൻ എന്തിനാണോ അവർക്ക് പൈസ കൊടുക്കുന്നത്? ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ ഈ ഭൂമി എന്ന് ഒരാൾ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഈ ഭ്രാന്തൻ? ഇവർ വേറെ പടിയൊന്നുമില്ല, ഇപ്പം എന്തോ കഞ്ചാവാണ്, പോടാ അതുകൊണ്ട് അവർ പറഞ്ഞു. ജോലിയോ? ഈ ഭൂമിയിൽ ഏതോ ഒരു ഗാലക്സിയിൽ എവിടെയോ ഇരിക്കണം നമ്മളെന്തിനാണോ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ജോലിക്ക് പോകുന്നത്? ആരുടെയോ കീഴിൽ എന്തൊക്കെയോ പണി, കുറേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറേ കുത്തിക്കൊണ്ടിരിക്കുക. എന്തിനാണ്? വൈ? ഞാൻ ഈ ജോലിക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ സിസ്റ്റമാറ്റിക് ഒപ്രഷൻ ഓഫ് ഹ്യൂമൻസാണ്. ഹ്യൂമൻ മൈൻഡിനെ കറപ്റ്റ് ചെയ്യാണ് ആൾക്കാർ, ഈ ഒരു കോർപ്പറേറ്റ്സും ഈ ഒരു സിസ്റ്റം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വീടിൻ്റെ ലോൺ അടിക്കാൻ പറ്റിയ ബാങ്കുകാർ വരുമ്പോൾ നിങ്ങൾ ഈ ഡയലോഗ് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ബാങ്കുകാരൻ്റെ അടുത്ത് നിങ്ങൾക്കറിയോ ഇതൊക്കെ ഞങ്ങളിപ്പോൾ എവിടെയോ ഇരിക്കുന്ന ഈ എർത്തിൽ, ഈ ഒരു ചെറിയൊരു ഗ്രഹത്തിൽ എന്തിനാണോ ഈ ലോണൊക്കെ തിരിച്ച് ചോദിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജപ്തി നോട്ടീസ് വെച്ച് ഇറക്കി വിടും വീട്ടിൽ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മളിങ്ങനെ റൺ ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഫാക്ടറി മെയ്ഡ് റോബോട്ട് പോലെ ആക്കുന്നത്. ഇത് നമ്മൾ ആക്ച്വലി കൈൻഡ് ഓഫ് എ റോബോട്ട് അല്ലേ? നമ്മൾ ഈ സിസ്റ്റവും ബ്രേക്ക് ചെയ്യുന്നില്ല, ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ കുറേ ജീവിക്കുന്നു, കുറേ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, കുറേ അടി കൂടുന്നു, എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറേ അടി കൂടുന്നു, എന്നിട്ട് മരിക്കുന്നു. പിന്നെ അടുത്ത ജനറേഷൻ വരുന്നു, അവരും ഇതന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അവരുടെ ആ പ്രശ്നങ്ങളും അടികളൊക്കെ വേറെ രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം തന്നെ, ഇതൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇതെങ്ങനെയാണ്? അതാണ് നമ്മുടെ ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ. ഓക്കെ, ലാസ്റ്റ് ഒരു വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തുതരാം. ഒരുപാട് ഓഫ് ടോപ്പിക്കിലേക്കൊന്നും പോകില്ല, സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ കൾച്ചർ വാറും ക്ലാസ് വാറൊക്കെ എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിനാരിയോ പറഞ്ഞുതരാം. ഈ സിനാരിയോ പറഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ മറ്റേ ആഗോള ശാസ്ത്രത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായ നമ്മൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എനിക്ക് അങ്ങനത്തെ വീഡിയോ കണ്ടെടുത്താൽ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാരിനും അങ്ങനത്തെ വീഡിയോസും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ വല്ല ഒരു പ്രൊഫസറിൻ്റെ ക്ലാസ്സോ അതൊന്നും അല്ലല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാനുള്ള രീതിയിലല്ലേ. എന്നാൽ പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന് മര്യാദയ്ക്കൊന്ന് പറഞ്ഞു തന്നാൽ ആ കാര്യങ്ങൾ കഴിയും. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സിനാരിയോ. ഓക്കെ, സിനാരിയോ ഒരു മിഡിൽ ക്ലാസ്സിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സിനാരിയോ. നിങ്ങൾ
ഒരു 50,000 വലിയ നാട്ടിൽ, സാധാരണ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, വലിയ ടൗൺ അങ്ങനത്തെ ഒന്നുമല്ല. നിങ്ങളൊരു 50,000 രൂപ നിങ്ങൾക്ക് മാസ വരുമാനമുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങൾക്ക് 50,000 രൂപ വരുമാനമുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം? ഒരു വീട് വേണം. ഒരു വീട് വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു സ്ഥലം മേടിക്കണം. നിങ്ങളുടെ കയ്യിൽ സ്ഥലമൊന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണ് വെച്ചോ. നിങ്ങൾ നേരെ സ്ഥലം മേടിക്കാൻ പോവുകയാണ്. സ്ഥലം മേടിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മൊബൈലുണ്ട്, ഇൻ്റർനെറ്റ് ബില്ലുണ്ട്, വീട് വാടക, ഇപ്പോൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയില്ല, ഭാര്യ മാത്രമുണ്ട് വെച്ചോ. കുട്ടീൻ്റെ ചിലവ് അത് വേറെ ചിലവാണ്. അപ്പോൾ ഭാര്യയുണ്ട്, അപ്പോൾ ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതുകൊണ്ട് ഇക്വാലിറ്റി ആണല്ലോ. അപ്പോൾ ഭാര്യയ്ക്കും ജോലിയുണ്ട്, നിങ്ങൾക്ക് ജോലിയുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ജോലി കൊണ്ട് ഒരു 80,000 90,000 ഒക്കെ വരുമാനമുണ്ട്. പക്ഷേ നല്ല ചിലവുണ്ട്. റെൻറ്റ്, ആ ബില്ല്, ഈ ബില്ല്, അത് ഇത്, EMI, അങ്ങനെ മാങ്ങ ചേങ്ങ ആന എന്നൊക്കെ പറഞ്ഞിട്ട് പെട്രോൾ അടിക്കണം, മറ്റേ വണ്ടിൻ്റെ EMI, അങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. ഒരു കാറുണ്ട്, ഒരു ബൈക്കുണ്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ IT പ്രൊഫഷണലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീട് വെക്കണം. ഇനി അതാണല്ലോ എല്ലാവരുടെയും ഒരു ജോലി കിട്ടി, ഇനി അടുത്ത് വീട് വയ്ക്കുക, ഇനി കുട്ടി ഉണ്ടാക്കുക, ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ഒരു സമ്പ്രദായം. അങ്ങനെ നിങ്ങൾ നാട്ടിൽ ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചു. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സ്ഥലം, സാധാരണ നാടാണ്, ടൗണിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥലം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാർ മേടിച്ച് തന്നു എന്ന് വെച്ചോ. ജനറേഷണൽ വെൽത്ത് യൂസ് ചെയ്തു എന്ന് വെച്ചോ. പോട്ടെ പുല്ല്. ഒരു വീട് വെക്കണ്ടേ? ഒരു 30 ലക്ഷം രൂപ എന്ന് വെച്ചോ. 30 ലക്ഷം രൂപ ഒരു വീട്, ഒരു സാധാരണ വീടാണ്, മറ്റേ ആഡംബരമൊന്നുമല്ല, സാധാരണ വീട്. 30 ലക്ഷം രൂപ എന്ന് വെച്ചോ. 30 ലക്ഷത്തൊന്നും ഇപ്പോൾ വീട് കെട്ടാൻ പറ്റില്ല വെച്ചോ. ഒരു കണക്ക് കൂട്ടാൻ എളുപ്പത്തിനും ലോൺ കാൽക്കുലേറ്റർ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. എത്രയാണ് ഒരു EMI? 9% EMI. ഒരു 20 വർഷത്തിന് എന്ന് വെച്ചോ, കണക്കാക്കുക എളുപ്പത്തിന്. 20 വർഷം EMI അടയ്ക്കണം. നിങ്ങൾ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് എത്ര അറിയോ? 20 വർഷം കഴിഞ്ഞിട്ട് 64 ലക്ഷം രൂപയാണ്. അതായത് വെറും 30 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ട് 20 വർഷം കഴിയുമ്പോഴേക്കും അത് 64 ലക്ഷം രൂപ ആയിട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. ഓക്കെ, പോട്ടെ. ഈ കുറച്ചുകൂടെ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ, എൻ്റെ കണക്കൊക്കെ നോക്കി എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഫ്ലാറ്റ്, ഒരു മര്യാദയ്ക്കൊരു ഫ്ലാറ്റ് മേടിക്കണമെങ്കിലോ ഒരു എന്ത് മേടിക്കണമെങ്കിലും ഒരു സ്ഥലം മേടിച്ച് വീട് കെട്ടില്ലെന്നും നോക്കുക വേണ്ട. ഒരു ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ കൂടെ എങ്ങനെ പോയാലും ഒരു 75 ലക്ഷം 80 ലക്ഷം മിനിമം വേണം ടൗണിൽ കേട്ടോ. ഞാൻ പറയുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ഒന്നും നോക്കുക വേണ്ട, അങ്ങനത്തെ സ്ഥലമാണ്. നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത് വെച്ചോ. 1 കോടിയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് വെച്ചോ. നിങ്ങൾ ഭയങ്കര IT പ്രൊഫഷണലാണ്, നിങ്ങൾക്കൊരു 1.5 ലക്ഷം ഒക്കെ സാലറി ഉള്ള ആളാണ്. അപ്പോൾ ഇഷ്ടംപോലെ പേര് ലോണൊക്കെ തരും. ഇതേപോലെ 1 കോടി നിങ്ങൾക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കേണ്ടതെന്ന് അറിയോ? 2,15 കോടി രൂപ. അതായത് മൊത്തം അടയ്ക്കേണ്ടത്, നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ടത് 1,15 ലക്ഷം രൂപ നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കണം. അപ്പം നിങ്ങൾ ബാങ്കിൽ പോയിട്ട്, സിനാരിയോ ആണ് കേട്ടോ, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഈ കണക്കൊക്കെ കേട്ട് എൻ്റെ അമ്മോ, അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു വാടക വീട്ടിൽ, ഞാൻ ഈ വീട് കെട്ടി സ്ഥലം മേടിച്ച് വീട് കെട്ടുപോയി ഇത്രയും പൈസ ഞാനിനി ലോൺ എടുത്ത് അത് ഞാൻ അടച്ച് എൻ്റെ ജീവിതം മുഴുവൻ ഇനി ലോൺ അടച്ചുകൊണ്ടേ ഇരിക്കും. ഇനിയിപ്പോൾ നാളെ എൻ്റെ ജോലി പോയാലോ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അസുഖം വന്നാലോ വീട്ടുകാർ അടയ്ക്കേണ്ടി വരില്ലേ? ബാക്കി എൻ്റെ ഭാര്യ അടയ്ക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായി, ഇനി ഞാൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ലോൺ എനിക്ക് അവൻ്റെ തലയിൽ അവന് ജോലിക്ക് പോകണ്ടേ? ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ആകെ ഭ്രാന്തായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുന്നു, കുറച്ച് റിലാക്സ് ആവാന്നുണ്ട്, റീൽസ് കാണുന്നു.
ഇപ്പം റീൽസിൽ എന്തൊക്കെയാണ്? ഈ ആഴ്ച ബിഗ് ബോസിൽ എന്ത് നടന്നു? ഈ ലെസ്ബിയൻ കപ്പിൾസ് ഉള്ളതാണോ അത് അവർ ഫേക്ക് ചെയ്യാണോ? എന്താണ് ഈ നായികയുടെ വെയിറ്റ് കൂടിയോ? ഈ നായിക എന്താ ഇത്ര വെയിറ്റ് കൂടിയത്? എന്ത് ചെയ്തിട്ടായിരിക്കും? അതുപോലെ GTA 6 ഇന്ന് വരുമോ? ഈ കൊല്ലം വരുമോ? അതോ 2050 റിലീസാവുന്നത്? പിന്നെ മേജർ രവി മോഹൻലാലിനെ വെച്ച് അടുത്ത സിനിമ അനൗൺസ് ചെയ്യുമോ? അതോ ഫാൻസുകാരുടെ പ്രാർത്ഥന പോലെ സിനിമ ക്യാൻസലാവുമോ? മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു 100 കോടി അടിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വരുമ്പോൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഡിസ്ട്രാക്ഷനെ കുറിച്ചും ഇത് റോമൻ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് കണ്ടൊരു വീഡിയോ കൂടിയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അതാണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിയൽ വേൾഡ് പ്രോബ്ലംസും നമ്മൾ അയ്യോ ഇതെന്താ സംഭവം, നമ്മൾ ആ കുടുങ്ങിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇത് ഫുൾ ഫക്ഡപ്പാണല്ലോ ഇവിടുത്തെ സിസ്റ്റം, എങ്ങനെ ഒരാൾ ഒരു മര്യാദയ്ക്ക് ഒരു ഡീസൻറ്റ് ഏണിങ്, ഒരു കൊള്ളക്കടത്തൊന്നും നടത്താത്ത ഡീസൻ്റായിട്ട് ജോലിക്ക് പോകുന്ന ഒരാൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥലം മേടിച്ച് വീട് കെട്ടുക എന്ന് ആലോചിച്ച് നമുക്ക് ഭ്രാന്തായിട്ട് വരുമ്പോൾ നമ്മളെ കണ്ട ഡിസ്ട്രാക്ഷൻസാണ് ഇതൊക്കെ. അപ്പം അതൊരു സംഭവമാണ്. ഇനി ഇതേ സംഭവം നമ്മൾ ടി വി ഓൺ ചെയ്തു. ടി വി ഓൺ ചെയ്യുമ്പോൾ ടി വിയിൽ എന്താണ് വരുന്നത്? ടി വിയിൽ വരുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ്. ഇവൻ എൻ്റെ മതത്തിനെ കുറ്റം പറഞ്ഞു, അവിടെ അവർ പർദ്ദ ഇടണ്ടെന്ന് പറഞ്ഞു, ഇവിടെ പർദ്ദ ഇട്ടോളാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ കുട്ടീനെ ആ സ്കൂളിൽ നിന്ന് ഈ സ്കൂളിൽ കൊണ്ടുവരണം. ഓഹോ, അവർക്ക് എത്ര ധൈര്യമുണ്ട്! എൻ്റെ മതവികാരം വ്രണപ്പെടുത്തിയവൻ ഡാൻസോ സ്കൂളിലോ, അയ്യോ ഡാൻസ് കളിക്കാൻ പാടില്ല, അയ്യോ പാട്ടോ എൻ്റർടൈൻമെൻറ്റോ, അയ്യോ അത് പറ്റില്ല, കുട്ടികളൊക്കെ അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കണം, ഡാൻസും കോപ്പൊക്കെ വീട്ടിൽ. അങ്ങനെ ഉറവാണങ്ങൾ. ഇനി അടുത്തത് LGBT മഴവില്ലക്കങ്ങ് ആകാശത്ത് മതി, ഇവിടെ വേണ്ട. അമേരിക്കൻ കൾച്ചറിനെ കോപ്പി അടിക്കുന്നു, വെസ്റ്റേൺ കൾച്ചർ ഇവിടെയോ? അരുത്. ലെസ്ബിയൻ കപ്പിൾസോ ബിഗ് ബോസിലോ, അയ്യോ ആരാണ് ഇവരിനെയൊക്കെ ഇവിടെ കയറ്റിയത്? എൻ്റെ വീട്ടിൽ കയറ്റില്ല, നിൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നീ കയറ്റിക്കോ. ഒരു കൊമീഡിയൻ ഒരു കോമഡി ഷോയിൽ കോമഡി പറഞ്ഞെന്നോ? എത്ര ധൈര്യം അവന്! ക്യാൻസൽ ചെയ്തവനെ, അവനെ ക്യാൻസൽ ചെയ്ത് അവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്ക്. അവനെ കൊല്ലവനെ, കല്ലെറി, ആ സ്ഥലത്തിനൊക്കെ അടിച്ച് പൊളിക്കി. കോമഡി ഷോയിൽ കോമഡിയാണ്, എത്ര ധൈര്യമുണ്ട് അവന്! എല്ലാം തല്ലി പൊളിക്കാണ്. ഇനി അപ്പോഴേക്കും ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ ടീംസിൻ്റെ അടി. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കണം, അതിലാർക്കാണ് ഇത്ര തർക്കം, അതാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ മറ്റവർ ഇല്ല, ഇത് ഇന്ത്യ സെക്യുലറാണ്, ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കണം, ഇന്ത്യ സെക്യുലറാണ്, ഞങ്ങളതിന് സമ്മതിക്കില്ല, ഇല്ല ഞങ്ങളതിന് ഹിന്ദു രാഷ്ട്രം ആക്കിയിട്ടേ അടങ്ങുള്ളൂ. അങ്ങനത്തെ അവരുടെ അടി. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണുക. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഫുള്ള് കോൺഫ്ലിക്റ്റാണ്. ഒരു കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ അനദർ കോൺഫ്ലിക്റ്റ്. ഒരു കോൺഫ്ലിക്റ്റ് കഴിയുന്നു, ഉടനെ അടുത്തത്, തീരുന്നേ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ന്യൂസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ മതി. അതായത് ഓരോ ദിവസവും ഓരോ കോൺഫ്ലിക്റ്റ്. ഞാൻ അന്നും ആ റോമൻ സർക്കസിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ. സീക്രട്ട് ഏജൻറ്റ് വിൽ നോട്ട് ഗോ ഔട്ട് ഓഫ് കോണ്ടന്റ്. കാരണം
ഡെയിലി ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരവും രാത്രി പുള്ളീനെ ഉറങ്ങാൻ പോലും വിടുന്നില്ല ആൾക്കാർ. അടിയോടടി, എവിടെ തിരിഞ്ഞാലും അടി. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അത് ഒരു സ്ഥലത്ത്. കോൺഫ്ലിക്ട്സ് ഉണ്ട്, അതൊരു സ്ഥലത്ത്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇപ്പം ഈ കുറേ സംഭവത്തിൽ റിലീജിയസ് ആയിട്ടുള്ള ഈ LGBTQ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടുള്ള ട്രാൻസ് റൈറ്റ്സ് ആയിട്ടുള്ള ഈ റേസും മൈഗ്രേഷൻ. ഇപ്പോൾ യൂറോപ്പിലുള്ളവർ പറയും, ഓഹോ എന്തിനാണ് ഈ ഇന്ത്യക്കാരും മറ്റേ വേറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ കാനഡയിൽ തന്നെ പഞ്ചാബി ആൾക്കാരിനെയൊക്കെ അവർ പുല്ല് വിലയാണ്, എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ഒക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു റേസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഇമിഗ്രേഷൻ ഇഷ്യൂസ്, നിങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് പോകണേ, നിങ്ങളുടെ ഗോ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും അതൊക്കെ ഉള്ളൊരു സംഭവം. അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ മറ്റേ ബംഗ്ലാദേശുകാരനെ ഓടിച്ചു വിടില്ല, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബംഗ്ലാദേശുകാരനെ തിരിച്ച് പോടാ ബംഗ്ലാദേശിക്ക് എന്ന് പറയില്ല. അതുപോലെ അവർ നിങ്ങളൊക്കെ തിരിച്ച് പോടാ, ഏത് UK വന്ന് ഇതൊക്കെ പെറ്റിയെടുക്കണേ തിരിച്ച് പോടേ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സെക്യുലർ ഐഡിയോളജി, ഞങ്ങൾ സെക്യുലറാണെന്ന് ഒരു പാർട്ടിക്കാർ പറയും, വേറെ പാർട്ടിക്കാർ പറയും ഇല്ല ഇത് തിയോക്രസി, ഞങ്ങളിനി ഈ മതത്തിനെ ഞങ്ങളൊരു ഉന്നമനത്തിലേക്കാണ് ഞങ്ങളുടെ ഈ ഫുള്ള് അധ്വാനവും ഞങ്ങളതിനെ അവിടെ എത്തിച്ചിട്ട് ഇതിനെ അടങ്ങുള്ളൂ എന്ന് പറയുന്ന വേറെ ഒരു ടീംസ്. ക്യാൻസൽ കൾച്ചർ, എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരെ ക്യാൻസൽ ചെയ്യുക. അയാൾ 10 കൊല്ലം മുന്നേ എന്തോ ട്രാൻസിനോ ഗേസിനെ കളിയാക്കുന്നതുകൊണ്ട് കെവിൻ ഹാർട്ടിന് ഓസ്കാർ ഹോസ്റ്റ് ചെയ്യാനുള്ള ഇത് ഓസ്കാറായിട്ട് കൊടുത്തതാണ്. കെവിൻ ഹാർട്ട് വന്നിട്ട് ഓസ്കാർ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ്റെ 10 കൊല്ലം മുന്നത്തെ ഒരു പോസ്റ്റ് കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അത് ഈ ഗേസിനെതിരെ എന്താണ്. അപ്പോൾ ഓഹോ ഇവൻ എത്ര ധൈര്യമുണ്ട് 10 കൊല്ലം മുന്നേ ഇങ്ങനെ പറയാൻ. അവനെ ക്യാൻസൽ ചെയ്യുക, അവനെ ഇനി ഓസ്കാറിൻ്റെ പടി ചവിട്ടാൻ പാടില്ല എന്നുകൊണ്ട് കുറേ പേരും കൂടെ ക്യാൻസൽ ചെയ്തു. അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺഫ്ലിക്ട്സ്. ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സിനെയാണ് നമ്മൾ കൾച്ചറൽ വാർ അല്ലെങ്കിൽ കൾച്ചർ വാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി അടികൂടുക. നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ തന്നെ അടികൂടും. ബെസ്റ്റ് എക്സാമ്പിൾ റിലീജിയൻ. നമ്മൾ തന്നെ ഈ റിലീജിയൻ ഉണ്ടാക്കും, നമ്മൾ തന്നെ കുറേ നിയമങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കും കുറേ വർഷം മുന്നേ. എന്നിട്ട് ആ അന്നത്തെ നിയമം നമ്മൾ ഇപ്പോഴും പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അടികൂടുക. ഞങ്ങളുടെ ബുക്കിൽ അന്ന് അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയൊരു റിലീജിയൻ വേണം, ഞാൻ അതിപ്പോൾ ചെയ്യും. ഇപ്പോൾ റൈറ്റ് നോ ഈ 2025 ഇപ്പോൾ കഴിയാനായി, ഈ 2026 ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, പുതിയൊരു റിലീജിയൻ. നല്ല രസമായിരിക്കും. AI കുറിച്ചും എൻ്റെ ബുക്കിലെല്ലാം ഉണ്ടാവും. AI ഉണ്ട്, മൊബൈലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. പിന്നെ ഞാനിങ്ങനെ കടങ്കഥ പോലെ ആയിരിക്കില്ല എഴുതുക, കറക്റ്റ് AI കൊണ്ട് തന്നെ വേണമെങ്കിൽ ബുക്ക് എഴുതിപ്പിക്കുക. ChatGPT കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ 3 കമ്പനീസാണ്, ആപ്പിൾ, സാംസങ്, നോക്കിയ, മോട്ടറോള. അതൊക്കെ ഞാൻ എഴുതി വയ്ക്കുക. അല്ലാണ്ട് മറ്റേ പണ്ടത്തെ പോലെ കടങ്കഥ ഇത് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അത് ആക്ച്വലി ഭയങ്കര ഒരു ബ്രില്യൻ മൂവാണ്. എങ്ങനെ വേണമെങ്കിലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ബെസ്റ്റ് എക്സാമ്പിൾ ആകാശം വലുതാണ്. ആകാശം വലുതാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും പണ്ട്. അപ്പോൾ ആ ബുക്ക് എഴുതി കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരാളെടുത്ത് വായിക്കണം. ആകാശം വലുതാണ്. ഓ, അതായത് ഈ ഭൂമിയിൽ ആദ്യം നമ്മൾ ഇവിടെ കാണുന്ന ആകാശം മാത്രമല്ല അല്ലേ, ഇത് ചുറ്റും ഇങ്ങനെ കിടക്കുക. നമ്മൾ എത്ര ദൂരം പോകുന്നു ആകാശം കൂടിക്കൊണ്ടേയിരിക്കും. ഓ, അത് കാരണമായിരിക്കും ആ ബുക്കിൽ അങ്ങനെ എഴുതിയ. ഓ, എൻ്റെ ബുക്ക് സൂപ്പർ തന്നെ എന്ന് വിചാരിക്കും. ശരി, ഒരു 100 കൊല്ലം കഴിഞ്ഞു വെച്ചു. അപ്പം നമ്മൾ ഈ സ്റ്റാർസും ബാക്കി കുറേ പ്ലാനറ്റ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ബുക്ക് വായിക്കുമ്പോൾ ഓഹോ സ്റ്റാർസും ഈ പ്ലാനറ്റ്സൊക്കെ ഉണ്ടല്ലേ,
ഓ അതായിരിക്കും ഈ ബുക്കിൽ ആകാശം വലുതാണ് എന്ന് എഴുതിയിട്ടുണ്ടാവുക. കാരണം ആകാശം കഴിയുന്നില്ലല്ലോ. നമ്മൾ ആകാശത്തിൻ്റെ പുറത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്റ്റാറുകൾ മിന്നണു, കുറേ പ്ലാനറ്റ്സ് പോകുന്നു, കുറേ കോമറ്റ്സ് പോകുന്നു. ഓ അതാണ് ഇല്ലേ, അപ്പോൾ അതാണ് ഈ സ്റ്റാർസൊക്കെ ഭയങ്കര വലുതാണ്, ഈ ലോകം വലുതാണ് എന്ന് എഴുതാതിൻ്റെ വെക്കുന്നതിൻ്റെ പകരം ആകാശം വലുതാണെന്ന് സിമ്പിളായിട്ട് എഴുതി വെച്ചതായിരിക്കും. ഓ എൻ്റെ ബുക്ക് പൊളി തന്നെ. പിന്നെ ഒരു 500 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ 8 പ്ലാനറ്റ് ഉണ്ടെന്നും ഇതൊരു സോളാർ സിസ്റ്റം ആണെന്നും ഭൂമി സൂര്യനെയാണ് എല്ലാവരും ചുറ്റുന്നതെന്നും സൂര്യൻ്റെ തന്നെ ഒരു റൊട്ടേറ്റ് ഉണ്ട്, പിന്നെ ഫുള്ള് റിവോൾവിങ് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരാൾ ഈ ബുക്കെടുത്ത് വായിക്കാനും ആകാശം വലുതാണ്. ശരിയാണല്ലോ, ആകാശം വലുതല്ലേ. ഇതൊരു ഗാലക്സി, മിൽക്കി വേ എന്ന് പറഞ്ഞ ഒരു ഗാലക്സി അല്ലേ. ഇനി വേറെയും ഗാലക്സി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. സയൻറ്റിഫിക് സ്റ്റഡീസ് ഇപ്പം അത് പ്രൂവ് ചെയ്തു. കണ്ടാ, ഈ ബുക്ക് സയൻറ്റിഫിക് തിയറി അപ്രൂവ് ചെയ്തു. എത്ര കൊല്ലം മുന്നേ, 500 കൊല്ലം മുന്നേ എൻ്റെ ബുക്കിൽ ഉണ്ടടാ ഈ കാര്യം. നീ സയൻസൊക്കെ ഇപ്പോഴാണത് തെളിയിക്കുന്നത്. മണ്ടന്മാർ. എൻ്റെ ബുക്കിൽ 500 കൊല്ലം മുന്നേ ഉണ്ടോ ആകാശം വലുതാണ്. അത് ചിന്തിക്ക്, നേരെ ചിന്തിക്ക്. ആകാശം വലുത്. പിന്നെ ഇതൊരു 1000 കൊല്ലം കഴിഞ്ഞു. നമ്മൾ മൾട്ടി പ്ലാനറ്ററി യാത്രയൊക്കെ നടത്തി വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചു, ഏലിയനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചോ. ഏലിയനെ കണ്ടുപിടിച്ചു, ബുക്കെടുത്തു, എടുക്കണം ബുക്ക് വായിച്ചു, ആകാശം വലുത്. ഓ കണ്ടാ, പല ജീവികളും പല സ്ഥലത്തും പ്ലാനറ്റ്സിലും ഉണ്ട്. അതല്ല ഇവിടെ പറയണ വലുതാണ്. എന്ത് വലുത്? ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ വേൾഡ്. അതിലെല്ലാം പെടും. അതിൽ ചെടികൾ പെടും, പക്ഷികൾ പെടും, മനുഷ്യന്മാർ പെടും, ഏലിയൻസ് ഉണ്ടെങ്കിൽ അവരും പെടും. കണ്ട, 1000 കൊല്ലം മുന്നേ എൻ്റെ ബുക്കിൽ അത് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായ ഓരോ മണ്ടന്മാർ വന്നിട്ടുണ്ട്. പിന്നെ അല്ല, എടുത്ത് എൻ്റെ ബുക്ക് വായിക്കണോ. എൻ്റെ ബുക്ക് സൂപ്പറാണ്. പിന്നെ വേറെ ഓരോ അവന്മാരുടെ ബുക്കുണ്ട്, അതൊന്നും വായിക്കണ്ട. എൻ്റെ ബുക്ക് മാത്രം വായിച്ചാൽ മതി. ഒരു തേണ്ടിയുടെ ബുക്കും വായിക്കണ്ട, ഓൺലി എൻ്റെ ബുക്ക്. അതിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും വിഷയമല്ല. എൻ്റെ ബുക്കും എൻ്റെ ദൈവവും വലിയ ആൾ. ബാക്കി ആരുടെയും ഒന്നും ശരിയല്ല. അതങ്ങോട്ട് വിശ്വസിക്കുക. ഇനി അടുത്ത മെയിനായിട്ട് കുറേ പ്രശ്നം ഞാൻ കുറേ വീഡിയോസായിട്ട് കാണുന്നു. ഈ കുറേ റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക് കുറേ റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ്. അവർ ചുമ്മാ വന്നിട്ട് മറ്റേ LGBT ഒക്കെ രോഗമാണ്, അതൊന്നും ഇല്ലാത്തതാണ്, എന്താണ് ഇത് നാട്ടിൽ നടക്കുന്നത്, മഴവില്ലൊക്കെ ആകാശത്ത് മതിയടാ എന്നുള്ളൊരു പഞ്ച് ഡയലോഗ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. എങ്ങനെയാണ് ഇവിടെ ഈ ഗേസും ഈ ലെസ്ബിയൻസും ട്രാൻസും എല്ലാവരും ++AQI മറ്റേ പ്ലസ് മൈനസ് എന്തൊക്കെയോ, ഇതൊക്കെ എന്താ ഇവിടെ നാട്ടിൽ നടക്കുന്നത്? ഇതാണ് മെയിൻ പ്രശ്നം. ഇത് സോൾവ് ചെയ്താൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി, സൊസൈറ്റിയിലുള്ള സ്റ്റെബിലിറ്റി കറക്റ്റായി. ഇനി ഒന്നും നോക്കാനില്ല, ഇതങ്ങോട്ട് തീർക്കുക. പണ്ട് മറ്റേ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഗേസും ലെസ്ബിയൻസും ഒന്നും ഇല്ല. അപ്പോൾ അതുപോലെ ആണ് ഇനിയും വരാൻ പോകുന്ന ലോകം. എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തിയറി ഉണ്ട്. ആ തിയറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി തോന്നും, പക്ഷേ എനിക്ക് പലപ്പോഴായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത്, ഇഫ് യു ആർ എ സ്ട്രെയിറ്റ് ഗൈ, അല്ലെങ്കിൽ ഇഫ് യു ആർ എ പേഴ്സൺ doesn't bother with anything, നിങ്ങൾക്ക് ഈ ഭയങ്കര ഇങ്ങനെ കമ്പൾസീവായിട്ട് ചില ഈ മീം പേജും ചില ട്രോൾ പേജുകളൊക്കെ ഉണ്ട്, ഈ വെറുതെ ഈ LGBTQനെ കളിയാക്കാനും ഈ ഗേസിനെ കളിയാക്കാനും. ഇത് മാത്രം. നിങ്ങളൊരു ഒരു മനുഷ്യനാണ്, നിങ്ങളൊരു സ്ട്രീറ്റ് മെയിലോ സ്ട്രീറ്റ് ഫീമെയിലാണ്, അവർ ഗേ ആണോ,
അല്ലാണ്ട് നിങ്ങൾ ഫുൾ അവരെ എതിർത്ത് അവരിനെ ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇങ്ങനെ മറ്റേ ആകാശത്ത് മഴവില്ല എന്നൊക്കെ പറയുന്ന ആ ടീംസില്ലേ. ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കേസിനും എനിക്ക് താല്പര്യമില്ല, അവരുടെ ഇതുമായിട്ട് ഇങ്ങനെ അടിച്ചമർത്താൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ കുട്ടികളിനെ ഈ പ്രായപൂർത്തിയാവാത്ത ഈ കുട്ടികളിൽ ഈ ജെൻഡറായാലും മതമായാലും ഒന്നും, കാരണം ആ ഒരു പ്രായത്തിൽ ഒരു വിവരമില്ലാത്ത ആയിരിക്കും എല്ലാവരും. എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ, 18 വയസ്സ് വരെ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തതെന്ന് എനിക്കിപ്പോൾ ചോദിച്ച വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ മതം സൂപ്പറാണ് അല്ലെങ്കിൽ ഈ ജെൻഡർ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഭയങ്കര കൂളാണ്, ഞാൻ ഗേ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളാണ്, എനിക്ക് കുറേ ഫോളോവേഴ്സ് കിട്ടും, ഞാൻ ട്രാൻസ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറേ ഫോളോവേഴ്സൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പോകുന്നുണ്ട്. അത് ഈ 18 വയസ്സ് വരെ ഒന്നും ചെയ്യാൻ വിടാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ജെൻഡർ മാറ്റുന്ന ഈ മരുന്നും ഈ പ്യൂബർട്ടി ബ്ലോക്കേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല 18 വയസ്സ് ഉള്ളിൽ. അത് വേറെ കാര്യമാണ്. ഞാൻ പറയുന്നത് ഗേ എന്ന് പറഞ്ഞാൽ അയ്യേ ഗേയോ ഹൈ എന്ത് ഗേ മാറിക്ക് അങ്ങനെ പറയുന്ന ടീംസില്ലേ. മോസ്റ്റ് ഇൻസെക്യൂർ പീപ്പിൾ അബൌട്ട് ദിസ് LGBTQ അവരായിരിക്കും. ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് they are the closeted people. അങ്ങനെ ഒരു തിയറി ഉണ്ട്. അത് എവിടെ വായിച്ചിട്ട് എവിടെ കൊടുക്കുക സംഭവമുള്ള. അതായത് അവർക്കിങ്ങനെ മറ്റേ ദേഷ്യമാണ് ഇവരെ കാണുമ്പോൾ. ആ ദേഷ്യം ആക്ച്വലി ഉള്ളിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, എൻ്റെ ഉള്ളിൽ ആ ഒരു സത്യം പുറത്ത് വന്നാലോ എന്ന് പറഞ്ഞിട്ട്. അത് വല്ലാത്തൊരു തിയറിയാണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ അവരിനെ എതിർക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അങ്ങനെ. അതായത് 18 വയസ്സ് വരെ ഒന്നിലും ചേരരുത്, ഒരു മതത്തിലും ചേരരുത്, ഒരു ജെൻഡറിലും ചേരരുത്, ഒരു പാർട്ടിയിലും ചേരരുത്, ഒരു ഗ്രൂപ്പിലും ചേരരുത്. അതുവരെ പഠിക്കുക, ലോകം എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കോപ്പാണ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇലക്ഷന് 10 വയസ്സ് തൊട്ട് ഇലക്ഷൻ ചെയ്യാൻ പറ്റുമല്ലോ, വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അത് പറ്റില്ല. അല്ലെങ്കിൽ കള്ളുപിടിക്കാൻ പറ്റുമല്ലോ, അതും പറ്റില്ല. അതായത് എന്തുകൊണ്ടാണ് തലയ്ക്ക് വിവരമില്ല ആ ഒരു പ്രായത്തിൽ. അല്ലെങ്കിൽ ഈസിലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കുറേ ഷൈനി തിങ്സൊക്കെ കാണിച്ചിട്ട്. ട്രാൻസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എന്നെ എല്ലാവരും ബുള്ളി ചെയ്യാണ്, എന്നെ എല്ലാവരും ഒരു വിലയില്ല, എനിക്ക് കുറേ ഫ്രണ്ട്സും ഇല്ല. ഗേ ആയിക്കഴിഞ്ഞാൽ കുറേ കമ്മ്യൂണിറ്റി കിട്ടും, എനിക്ക് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാറണം, ഞാനും ഗേ ആവണം എന്നൊക്കെ പറഞ്ഞ് മാറണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് പിന്നെ തെറ്റ് മനസ്സിലാക്കി, പിന്നെ ബോധം വരുമ്പോൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നത്. അതൊരു വിഭാഗം. അവരിനെ ഒന്നും ചെയ്യണ്ട, അവർ ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ഭയങ്കര ഇൻസെക്യൂറായിട്ട്, അങ്ങനെ കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ ചിരി വരും. they have the most chance to becoming gay. അപ്പോൾ അതൊരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ LGBTQ പ്രശ്നം, അത് വേണ്ട, അത് വേണ്ട, ആകാശത്ത് നിലത്ത് മഴവില്ല് മറ്റേത് എന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. റിലീജിയനായി LGBTQ ആയി റേസും ഇമിഗ്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു വലിയ പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്നുണ്ട് UK, ബ്രിട്ടൻ ഫസ്റ്റ്, ബ്രിട്ടനിലുള്ള ആൾക്കാർ മതി ഇവിടെ, ബാക്കിയുള്ള തെണ്ടികളൊക്കെ പോടേ, ബ്രിട്ടൻ വിട്ട് പോടേ, വെള്ളക്കാർ മാത്രം മതി ഇവിടെ എന്ന് പറയുന്നത്. ആരാ പറയണത്? അതും കൂടി ആലോചിക്കണം. കോളനൈസേഷൻ നടത്തി ഇന്ത്യയൊക്കെ മുടിപ്പിച്ച് വന്ന എല്ലാ സാധനവും കടത്തി ഇന്ത്യനെ ഈ ഒരു അവസ്ഥയിലാക്കി, പാർട്ടീഷനും ചെയ്ത് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ 24 മണിക്കൂർ യുദ്ധം ഉണ്ടാക്കി, ആ പാലസ്തീനിൽ ഇസ്രായേലിൽ ഇതേപോലെ യുദ്ധം ഉണ്ടാക്കി. ഈ ലോകത്ത് എവിടെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഓവർ ദി ബോർഡേഴ്സ്, ഇത് മുഴുവൻ ആ കോളനൈസേഷൻ്റെ ഭാഗമാണ്. കോളനൈസേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ മാത്താണ് മുഴുവൻ. ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മുടെ ഇത്രയും പട്ടാളക്കാർ, നമ്മുടെ ഒരാൾക്കാരൻ്റെ ഇത് എത്ര പേര് മരിക്കുന്നു, പട്ടാളക്കാർ മരിക്കുന്നു, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നു, എത്ര പേരാണ് മരിക്കുന്നത്. ഇതൊക്കെ അവന്മാരുണ്ടാക്കി വെച്ച് പോയ പ്ലാനല്ലേ. ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഒരു ആഫ്റ്റർ മാത്തും അതേപോലെ ഈ World War II കുറേ പ്രശ്നം പറ്റി എന്ന് പറഞ്ഞിട്ട്
അവർക്ക് കുറേ അടി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതിലാണ് ഇത് മൊത്തം നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൾച്ചറൽ വാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാസ് വാർ. എന്താണ് ക്ലാസ് വാർ? ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ടാക്സ് കൊടുക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്ക് ടാക്സ് കൊടുക്കണം. നിങ്ങൾ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും നിങ്ങൾ ടാക്സ് കൊടുക്കണം. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ടാക്സ്, ബാക്കിയുള്ള GST കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, അത് എല്ലാവരും കൊടുക്കണം. ഈ മറ്റവർക്ക് ടാക്സ് കൊടുക്കണം, ഇത് കൊടുക്കണം. പക്ഷേ ഈ അൾട്രാ വെൽത്തി പീപ്പിൾ ഇല്ലേ, ഭയങ്കര വെൽത്തായിട്ടുള്ള ആൾക്കാരില്ലേ, അവരാർക്കും ടാക്സും കൊടുക്കില്ല, അവരിനെ എല്ലാവർക്കും പേടിയുമാണ്. നോബഡി ടച്ചസ് ദം. ബില്യണറും മില്യണേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയും. ഈ ട്രെവർ നോവ എന്ന് പറഞ്ഞൊരു കൊമേഡിയൻ ഉണ്ട്, പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് നൈസ് വീഡിയോ ആണ്. അത് ഈ ഇലോൺ മസ്ക് ഈ ട്വിറ്റർ മേടിച്ച് എക്സ് ആക്കിയല്ലോ, അപ്പോൾ അതെങ്ങനെ മേടിച്ചു എന്നുള്ളൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതൊന്ന് ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതായത് ഈ മില്യണർമാരും ബില്യണർമാരും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അവരെല്ലാം പൈസ മുഴുവൻ, അവരുടെ വെൽത്ത് അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് മുഴുവൻ സ്റ്റോക്കിലായിരിക്കും. സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. നിങ്ങളത് വിൽക്കുമ്പോഴാണ് അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ നോക്കിയിട്ട് നിങ്ങളതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻസ് അത് നോക്കിയിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. റിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുന്ന സംഭവം. അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നോ അത്രയും നമുക്ക് നെറ്റ്വർത്ത് ഇങ്ങനെ കൂടും. ഇപ്പോൾ പറയില്ല ഇടയ്ക്ക് അംബാനി ലോകത്തിലെ എത്രാമത്തെ ആളായി എന്നൊക്കെ പറയില്ലേ, ഇത്ര പൈസക്കാരിൽ പെട്ടെന്ന് ഇയാൾ കയറി ഫസ്റ്റ് എത്തി, ഇലോൺ മസ്ക് പെട്ടെന്ന് ഫസ്റ്റ് എത്തി, പിന്നെ സെക്കൻഡ് എത്തി എന്നൊക്കെ പറയില്ല. അത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ടെസ്ലൻ്റെ സ്റ്റോക്ക് പ്രൈസ് കൂടുമ്പോഴും കുറയുമ്പോഴുമാണ് അങ്ങനെ ആവുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ വലിയ എക്കണോമിക് പ്രൊഫസറൊന്നുമല്ല. ഈ പൈസക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്കൊരു സാധനം മേടിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവെസ്റ്റേഴ്സും ഇങ്ങനെ ബാങ്കിങ് ആൾക്കാരുണ്ട്. അവരുടെ മെയിൻ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസക്കാർക്ക് ലോൺ കൊടുക്കുക. കൈൻഡ് ഓഫ് ലോൺ തന്നെയാണ്, പൈസക്കാർക്ക് ലോൺ കൊടുക്കുക. അവർക്ക് എന്താ അതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇലോൺ മസ്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലോൺ മസ്ക് നമ്മളായിട്ടൊരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണമാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ഒരു രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ വലിയ ബില്യണറാണ് വെച്ചോ, അപ്പോൾ ഞാൻ പോയിട്ട് പറയും എനിക്കൊരു സാധനം മേടിക്കണം, ഒരു 100 മില്യൺ വേണം, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ഇത്ര % സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ രേഖകൾ, എനിക്കൊരു 100 മില്യൺ പറയും. അപ്പോൾ അവർക്ക് സന്തോഷമാണ്. എത്ര മില്യൺ എന്നാ പിടിച്ചോ, അവരെനിക്ക് പൈസ തരും. ലോണായിട്ട് മേടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇത് മേടിച്ചതുകൊണ്ട് അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ സ്റ്റോക്ക് വിറ്റിട്ടുമില്ല, അപ്പോൾ എനിക്കെന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ സംഭവം എനിക്ക് വരില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റോക്ക് പേപ്പേഴ്സ് കാണിച്ചിട്ട് ഞാൻ പൈസ മേടിച്ചു. ഇത് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 1 കോടി രൂപ എൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും, ഈസിയായിട്ട് ലോൺ കിട്ടും. ആ സ്റ്റോക്ക് പേപ്പർ കാണിച്ചാൽ മതി. പക്ഷേ വലിയൊരു പൈസക്കാരന് കിട്ടുന്ന പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൂ. അതായത് അവർക്ക് കോൺഫിഡൻ്റ് ആണ് ഇയാൾ പൈസ തിരിച്ചടയ്ക്കുന്നുള്ളത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് അപ്പം എന്താണ്, വെൽത്ത് ബോറോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഓരോ സ്റ്റോക്ക് കാണിച്ചിട്ട് ആ പൈസ മേടിച്ചിട്ട് ആ ഒരു കമ്പനി മേടിക്കുക. ഇപ്പോൾ ഞാൻ 100 മില്യൺ എനിക്ക് എന്തിനാണ് ഒരു കമ്പനി മേടിക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോക്ക് കാണിച്ചിട്ട് 100 മില്യൺ ഈ കമ്പനി ഞാൻ മേടിച്ചു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ എനിക്ക് എന്തെങ്കിലും ഒരു ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണോ? വേണ്ട, കൊടുക്കണ്ട. റിയലൈസ്ഡ് ഗെയിൻ ഇല്ലല്ലോ, എല്ലാം അൺറിയലൈസ്ഡ് ഗെയിനാണ്. എൻ്റെ കയ്യിലുള്ള സാധനവും ഞാൻ എടുത്തിട്ടില്ല, സ്റ്റോക്കും വിറ്റിട്ടില്ല, എനിക്ക് കിട്ടിയത് ലോണുമാണ്. അപ്പോൾ ലോൺ ആരെയും ടാക്സ് അടയ്ക്കും. ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കോംപ്ലക്സ് ആണെന്ന് അറിയാം.
അത് ആ പുള്ളി കുറച്ച് ഒരു കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ കുറേ ലൂപ്പ് ഹോൾ ഉണ്ട്. ഇത് ഒരു ലൂപ്പ് ഹോളാണ് ഞാൻ പറഞ്ഞുള്ളത്, ഒരു 50,000 ലൂപ്പ് ഹോൾ ഉണ്ട്. ഈ ഒരു ലൂപ്പ് ഹോളൊക്കെ വെച്ചിട്ട് ഇവർക്ക് ടാക്സും കൊടുക്കണ്ട, ഇവർക്ക് ഒന്നും കൊടുക്കണ്ട. ഇവർക്ക് വെറുതെ ഇപ്പോൾ അദാനി കുറച്ച് എന്തോ സ്ഥലം എന്തോ മേടിച്ചില്ല, 1 രൂപ അങ്ങനെ എന്തോ കൊടുത്തിട്ട് കുറച്ച് സ്ഥലം മേടിച്ചില്ലേ. അവർക്ക് ഗവൺമെൻറ്റായിട്ട് നല്ല കണക്ഷനാണ്. അവർക്ക് ഈ സ്ഥലം ഇങ്ങോട്ടാ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. അതുപോലെ അംബാനി ഏതോ ഒരു അംബാനിയോ അദാനിയോ ആരോ മറ്റേ ചേരിയില്ലേ മുംബൈയിലെ ധാരാവി, അതെന്തോ ധാരാവി പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ പോകണമെന്നാ എന്തൊക്കെയോ പറഞ്ഞില്ലേ. അതെങ്ങനെയാണ്? ധാരാവി എന്ന് പറഞ്ഞാൽ മെയിൻ ഹാർട്ട് ഓഫ് മുംബൈ ആണ്. അവിടെ ഇത്ര ചേരിയും ഇതൊക്കെ കണ്ടത് ആക്ച്വലി അതിങ്ങനെ കാണിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ ചേരി ഇങ്ങനെ കാണിക്കും. ആ സ്ലം ഡോഗ് മില്യണറിലെ കാണിക്കില്ല, അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ പോവർട്ടി പോണാണ്. ഈ കുറേ ഈ ഫോറിനേഴ്സ് വന്നിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. മറ്റേ ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ ചേരി, ഇന്ത്യ എത്തി, ഇന്ത്യ എത്തി എന്ന് പറയുന്ന പോലെ. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ കൺട്രോൾ എവറിത്തിങ്. അവർക്ക് ഒന്നും നോക്കണ്ട. അവരുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ബെനിഫിറ്റ് മാത്രം നോക്കിയാൽ മതി. സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടുക, ഷെയർ ഹോൾഡർ വാല്യൂ എന്ന് പറയും. ഷെയർ ഹോൾഡർ വാല്യൂ കൂട്ടുക, അത് മാത്രം അവർക്ക് കൺസേൺ ഉള്ളൂ. ബാക്കി ഒരു കാര്യമില്ല. ഞാൻ ജസ്റ്റ് 2-3 എക്സാമ്പിൾസ് പറയാം. മെറ്റ 2023, 2024 കാലഘട്ടത്തിൽ 20,000 എംപ്ലോയേഴ്സിനെ പിരിച്ചുവിട്ടു. 20,000 ആൾക്കാരുടെ ജോലി പോയി. അവരിനി എന്ത് ചെയ്യും? 20,000 പേര് ജോലി പിരിച്ചുവിട്ടു. ആ പിരിച്ചു വിട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കർബർഗിൻ്റെ നെറ്റ്വർത്ത് 100 ബില്യൺ ജമ്പ് ചെയ്തു. 100 ബില്യൺ 20,000 പേര് പിരിച്ചു വിട്ടപ്പോൾ മുതലാളി സിഇഒൻ്റെ വാല്യൂ, സിഇഒൻ്റെ നെറ്റ്വർത്ത് 100 ബില്യൺ ഇൻക്രീസായി. എന്തുകൊണ്ടാണ്? 20,000 പേരിനെ പിരിച്ചു വിട്ടപ്പോൾ സ്റ്റോക്ക് പ്രൈസ് കൂടി. കാരണം 20,000 പേർക്ക് ഇനി സാലറി കൊടുക്കണ്ട. അപ്പോൾ കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ കുറയും. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞ, ചിലവ് കുറഞ്ഞ ലാഭം കൂടുമല്ലോ. മെറ്റാന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വരുന്ന കമ്പനിക്ക്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് കൂടി. സ്റ്റോക്ക് പ്രൈസ് കൂടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരുടെയും ഇത്ര പെർസെൻറ്റേജ് കുറേ പേർക്ക് ഷെയർ ഉണ്ടാവും. അതിലിപ്പോൾ ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു, സക്കർബർഗിൻ്റെ. അതുപോലെ എല്ലാവർക്കും പീറ്റർ തീലും മറ്റവർ കുറേ പേർക്ക് സ്റ്റോക്കിൽ ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അവരുടെയൊക്കെ വാല്യൂ കൂടി. 20,000 പേരുടെ കാര്യം അവർ എന്ത് ചെയ്ത്, അവർക്ക് കഞ്ഞി വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ഈ ആർക്കും നോട്ടമില്ല, അത് പോയി. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഡിസ്നി, ബോബ് ഐഗർ ഇപ്പോഴത്തെ CEO മടങ്ങി വന്നതാണ്. പുള്ളിനെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ആദ്യമേ പണി വാളിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. 2022 വന്നതും പുള്ളിക്കൊരു 31 മില്യൻ്റെ ഒരു ആനുവൽ പാക്കേജ്, ഒരു എക്സ്ട്രാ പാക്കേജ് ഇവർ കൊടുത്തു. അത് ആ സമയത്ത്, ഇത് നടക്കുന്ന സമയത്ത് ഈ റൈറ്റേഴ്സും ഈ വർക്കേഴ്സ്, ഈ സിനിമേൻ്റെ ബാക്കിലുള്ള വർക്കേഴ്സൊക്കെ ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ഓർമ്മയുണ്ട്. ആ ഒരു സമയം അവർ സ്ട്രൈക്ക് നടത്തി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മിനിമം വേജ് താഴെ, അതായത് മിനിമം ഒരു വേജ് ഉണ്ട്, മിനിമം കൂലി എന്ന് പറയില്ല, ആ കൂലി എങ്ങനെ താഴെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് സ്ട്രൈക്ക് നടക്കുമ്പോഴാണ് ഇയാൾക്ക് ഈ 31 മില്യൺ ഒറ്റ കൈസാണ് കൂട്ടിലാണ് അത് കൊടുക്കുന്നത്. അവർ പറയുന്നത്, ആ ഒരു സമയത്തിൻ്റെ അവസ്ഥ പറയുന്നത്, അതിൽ ഡിസ്നിയുടെ കുറേ കാസ്റ്റ് മെമ്പേഴ്സ് റെൻ്റ് ചെയ്യാൻ അവർക്ക് പൈസ ഇല്ലാണ്ട് അവർ കാറിലാണ് കിടന്നുകൊണ്ടിരുന്നത്. കാറിലാണ് അവർ, വീട് പോലും അവർക്ക് റെൻ്റ് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് കാറിൽ കിടന്നുകൊണ്ടിരുന്ന സമയത്താണ് സിഇഒയ്ക്ക് 31 മില്യൺ എക്സ്ട്രാ കിട്ടുന്നത്. നമ്മുടെ വിജയ് മില്യൻ്റെ കേസ് എന്താ? കിങ്ഫിഷർ 2015 സമയത്ത് 1000 കോടിയാണ് കടം. പുള്ളി ഇപ്പോൾ ചില്ല് ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയിരിക്കുന്നു. ഈ കിങ്ഫിഷർ എയർലൈൻസ് തകരുമ്പോൾ 1000 കോടിയാണ് കടം ഡിഫോൾട്ട്. 17 ബാങ്കുകളിൽ നിന്നാണ് പുള്ളി ഇത്രയും എമൗണ്ട് എടുത്തിരിക്കുന്നത്. മെയിൻ SBI ആണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുള്ളി ഇപ്പോൾ ഒരു ചില്ല് ചെയ്ത് പോഡ്കാസ്റ്റൊക്കെ ചെയ്ത്, ഇതുപോലെ പോഡ്കാസ്റ്റൊക്കെ ചെയ്ത്, അത്രയൊന്നുമില്ല കടം, അതൊക്കെ കുറച്ച് എന്തൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക. നമ്മളൊരു 10,000 രൂപ കടം എടുത്താൽ
ഒരു 50,000 തവണ അവൻ ഫോം വിളിക്കും. പൈസ അന്നില്ലല്ലോ, EMI സമയമായി സാർ, അടയ്ക്ക് സാർ, അടയ്ക്കണ തെണ്ടി എന്നൊക്കെ ആവും അവസാനം. അതാണ് വ്യത്യാസം. മനസ്സിലാവുന്നുണ്ട് വ്യത്യാസം? ഇനി ഇഷ്ടംപോലെ എക്സാമ്പിൾ തന്നെയാണ് ഇതിൽ മുഴുവൻ. ഇലോൺ മസ്ക് 2025 നവംബറിൽ $1 ട്രില്യൺ കോമ്പൻസേഷൻ, $1 ട്രില്യൺ പുള്ളിക്ക് ഒരാൾക്ക് പേ ചെയ്തുകൂടാം 10 കൊല്ലത്തിൻ്റെ ഇടയിൽ, ഒരു ഡെക്കേഡിൻ്റെ ഇടയിൽ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ $1 ട്രില്യൺ കോമ്പൻസേഷൻ ഇലോൺ മസ്കിന് കൊടുക്കാം. ഇതിൽ കുറേ നിബന്ധനകളുണ്ട്. ഇത്ര കാറുകൾ വിൽക്കണം, ഇത്ര തവണ ചെയ്യണം സക്സസ്ഫുള്ളി, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത്ര സെയിൽസ് എത്തിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ $1 ട്രില്യൺ പുള്ളിക്ക് കൊടുക്കാമെന്ന് അവിടെ ടെസ്ലൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഒരു വോട്ടിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഷെയറൊക്കെ ഉണ്ട് ടെസ്ലയിൽ. അപ്പോൾ ഞാനൊക്കെ വോട്ട് SS എന്നൊക്കെ കൊടുത്താൽ അണ്ണന് കൊടുക്കണ $1 ട്രില്യൺ കൊടുക്കുക അണ്ണന് ആ സീനിൽ. അപ്പം നമ്മൾ ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ 1% ഓഫ് പീപ്പിളാണ് വേൾഡിലെ 50% വെൽത്ത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് 1%, 1% ഓഫ് പീപ്പിൾ കൺട്രോൾസ് ഓൾമോസ്റ്റ് 50% ഓഫ് വേൾഡ്സ് വെൽത്ത്. ബാക്കി 99% ആൾക്കാർ കോമ്പീറ്റ് ചെയ്യണത് ഈ 50%. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾക്ക് 50,000 രൂപയ്ക്ക് ഒരു വീട് വെച്ച് ഒരു സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ 99% വരും. ഈ 99% ആൾക്കാർ ഈ വെൽത്ത്, ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് ആകെ 50%-ലാണ് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ 99% ആൾക്കാർ. അമേരിക്കയിൽ ബ്ലാക്ക് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട്. അവരൊക്കെ വീടുകൾ വാങ്ങിക്കൂട്ടാണ് US പല ഭാഗത്തും. ഏറ്റവും കൂടുതൽ ഫാം ലാൻഡ്സ് മേടിച്ചത് ആരാണ്? ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് ഹോൾഡ് ദ റെക്കോർഡ് ഓഫ് ബൈയിങ് ഫാം ലാൻഡ്സ് ഇൻ US. ഇപ്പം ഏറ്റവും കൂടുതൽ ഫാം ലാൻഡ് ആരുടെ കയ്യിലാണ് ഉള്ളത് അമേരിക്കയിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദി ആൾ ബിൽ ഗേറ്റ്സ് ആണ്. ഇയാൾക്ക് എന്തറിയുക ഫാമിങ്ങിനെ കുറിച്ച്? ആ ഒരു സംഭവം മനസ്സിലാവുന്നുണ്ടോ? അദാനിക്ക് ആ ഒരു ധാരാവി പോകുന്നതും, അംബാനി ചെറിയ പൈസയ്ക്ക് മുംബൈയിൽ സ്ഥലം മേടിക്കുന്നതും, എവിടെയോ കിടക്കണ കുറേ സ്ഥലം $1 എന്തോ അദാനിക്ക് കൊടുക്കുന്നതും, ഇതൊക്കെ എന്തിനാണ്? ഈ പറഞ്ഞ സാധനമാണ്. 1% കൺട്രോൾ 50% ഓഫ് വെൽത്ത്. വെൽത്തിലെല്ലാം പെടുവേ. വെൽത്ത് പറഞ്ഞാൽ ഗോൾഡ്, ലാൻഡ്, എല്ലാ സംഭവം പെടും. അവരുടെ കയ്യിലാണുള്ളത് ഈ 50%. 50%-ലെ മൊത്തം 1% ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇന്ത്യ എടുത്തോ. ഇന്ത്യയിൽ ഇതേപോലെ 1% കൺട്രോൾ 40% ഓഫ് വെൽത്ത്. 1% ആൾക്കാരാണ് 40% കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഒരു 10% നമുക്ക് എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി 1% ഓക്കെ, ബാക്കി 10% ആൾക്കാർ, ഇന്ത്യയിലെ ടോട്ടൽ 10% ആൾക്കാർ 73% വെൽത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 50% ഉള്ള ഏറ്റവും താഴെ കിടക്കുന്ന 50% ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ ഇന്ത്യയിലുള്ള വെൽത്ത് എന്ന് പറയുന്നത് 6.4% മാത്രമേ ഉള്ളൂ. അതായത് ഈ പൈസ എന്ന് പറയുന്നത്, ഞാനിതൊരു ബബിളിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബബിൾ എന്ന് പറഞ്ഞത്, അതായത് ഒരു ചാർട്ടുണ്ട്. ഇറ്റ്സ് വെരി ഫണ്ണി തിങ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് എൻവിഡിയ, എല്ലാവർക്കും എൻവിഡിയന് ചിപ്പ് വേണം ഇപ്പോൾ. ഓക്കെ, ചിപ്പില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല എൻ്റെ. അപ്പം മെറ്റയ്ക്കും വേണം, ChatGPT, മറ്റേ സാം ഓൾട്ട്മാൻ്റെ കമ്പനീസിനും വേണം, ഇലോൺ മസ്കിനും വേണം, സക്കർബർഗിനും വേണം, എല്ലാവർക്കും ഈ ചിപ്പ് വേണം, പ്രോസസ്സറും വേണം, AMD. ആ
അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒറാക്കിൾ വേണം, കമ്പ്യൂട്ടിംഗ് പവർ ഇല്ല, അതിന് ഒറാക്കിൾ വേണം, സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. ഒറാക്കിൾ NVIDIAക്ക് കുറച്ച് പൈസ കൊടുക്കും, ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒറാക്കിൾ NVIDIAയിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഒറാക്കിളിൻ്റെ ഷെയറും കൂടും, NVIDIAൻ്റെ ഷെയറും കൂടും. NVIDIA OpenAI ആയിട്ട് ഒരു ഡീലുണ്ടാക്കും, ഇത്ര ചിപ്പ് ഇവർക്ക് കൊടുക്കാം, അതേപോലെ OpenAI ഇവർക്ക് സഹായം ചെയ്യാം, AIക്ക് ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയൊരു ഡീൽ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്തപ്പോൾ OpenAIൻ്റെ വാല്യൂവും കൂടും, NVIDIAൻ്റെ ഷെയർ പ്രൈസ് വീണ്ടും കൂടി. ഇനി OpenAI ഒറാക്കിൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കും. OpenAIക്ക് കമ്പ്യൂട്ടിംഗ് പവർ ഇനി ഒറാക്കിൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഒറാക്കിളിൻ്റെ ഷെയർ കൂടും. മനസ്സിലാകുന്നില്ല? അപ്പോൾ ഇവർ കുറച്ച് ക്യാഷ്, എന്നാ നിനക്ക് കുറച്ച് ക്യാഷ്, അപ്പോൾ ഇവൻ താങ്ക് യു, അപ്പോൾ എൻ്റെ ഷെയർ കൂടി, ഇനി നിനക്ക് കുറച്ച് ക്യാഷ്, നിൻ്റെ ഷെയർ കൂടട്ടെ, ഇനി നീ ഇവനെ കൊടുക്ക്, ഈ പൈസ നീ അവനെ കൊടുക്ക്. അപ്പോൾ ഇതിങ്ങനൊരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ആ കറങ്ങുമ്പോൾ ഈ എല്ലാ ഷെയറും കൂടി ഇങ്ങനെ വാണം വിട്ട പോലെ ഇങ്ങനെ പോവുകയാണ്. ഈ ചാർട്ടൊക്കെ എടുത്ത് നോക്കണം, ഫും എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഇവിടെ എന്തോ ബബിൾ ഉണ്ട്, ഇതൊക്കെ എപ്പോൾ പൊട്ടി തകരുമോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ്. NVIDIAൻ്റെ മാത്രം വാല്യൂ ഇപ്പം എത്ര അറിയോ? $4.59 ട്രില്യൺ. $4.59 ട്രില്യൺ. ഇന്ത്യയുടെ 4 ട്രില്യൺ ഉള്ളൂ, ഒരു രാജ്യത്തിൻ്റെ 4 ട്രില്യൺ. ഇവിടെ ഒരു കമ്പനിയുടെ $4.59 ട്രില്യൺ. ആ ഒരു ചിപ്പ്, ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം. NVIDIA, ജെൻസങ് ഹുവാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ, അയാളിനെയൊക്കെ ഇപ്പോൾ അവരെ എല്ലാവരും തൊഴുതാണ് വരുമ്പോൾ, അണ്ണാ കുറച്ച് ചിപ്പ് താ അണ്ണാ എന്ന് പറഞ്ഞിട്ട്. കാരണം വേറെ ആരുടെയും ഇല്ല, ഇവരുടെ മാത്രമേ ഉള്ളൂ. ഇതാണ് ബേസിക് സംഭവം. ആ ഒരു ഡിസ്പാരിറ്റി ഓഫ് വെൽത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ പൈസയുടെ ആ ഒരു ഡിസ്പാരിറ്റി. ഈ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞത് നമുക്ക് ക്ലാസ് വാറിൻ്റെ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ക്ലാസ് വാർ എന്താണ് സംഭവം എന്ന് മനസ്സിലാവാനാണ്. ഇത് ക്ലാസ് വാർ, നമ്മൾ നേരത്തെ പറഞ്ഞത് കൾച്ചർ വാർ. ഓക്കെ, അപ്പോൾ കൾച്ചർ വാർ നടന്നുകൊണ്ടേയിരിക്കണം. എന്തിനാണ്? ക്ലാസ് വാർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20,000 പേരിനെ പിരിച്ചു വിട്ടു പറഞ്ഞില്ലേ മെറ്റയിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 20,000 പേര് വിചാരിക്കുകയാണ് ഇത് എന്താ അത്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നാളെ അങ്ങോട്ട് ഇറങ്ങിയ എന്തായിരിക്കും അവസ്ഥ? ഈ എക്കണോമിക് ഡിസ്പാരിറ്റിക്കെതിരെ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ എന്തിലേക്കാണ് എത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് പറയാനറിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾസിലേക്ക് പോവാം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് കൾച്ചറൽ വാറിൻ്റെ എക്സാമ്പിൾസ് തന്നെ നോക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ തന്നെ. മെയിനായിട്ട് ഈ കൾച്ചറൽ വാർ എന്ന് പറയുന്നത് എന്തിനൊക്കെ കോൺഫ്ലിക്റ്റാണ്, എന്തിനൊക്കെയാണ് ഈ അടി. ഈ വാർ എന്ന് ഉദ്ദേശിക്കുന്നത് അടിയാണ് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞിട്ട് ആൾക്കാർ തമ്മിൽ അടിക്കുക. റിലീജിയൻ, ജെൻഡർ, റേസ്, നാഷണാലിറ്റി, മൊറാലിറ്റി, ഇങ്ങനത്തെ വിഷയത്തിനൊക്കെയാണ് ഈ കൾച്ചറൽ വാറിൽ വരുന്നത്. അത് വാല്യൂസിന് വേണ്ടിയിട്ടും ബിലീഫിന് വേണ്ടിയിട്ടും ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടും. ഇത് മുഴുവൻ ഈ റേസ്, ഈ മറ്റേ അമേരിക്കയിലാണെങ്കിൽ ഈ ബ്ലാക്സ്, വൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അടി കൂടും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ അത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അടി കൂടും. മറ്റേ കയറ്റില്ല, അവനെ കയറ്റില്ല. പണ്ട് ഒരു 50 വർഷം മുന്നേ അമ്പലത്തിൽ കയറ്റില്ല, അമ്പലം കെട്ടാൻ വരുവാണ് പക്ഷെ ഇവരിനെ കയറ്റില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ റേസും ഈ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ജെൻഡർ, ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡിങ്സാണ് ജെൻഡർ. പിന്നെ റിലീജിയൻ, അത് എപ്പോഴും പണ്ട് തൊട്ടേ ഉണ്ട്, ബുക്ക് എഴുതിയപ്പോൾ തൊട്ടേ ഉണ്ട് ജെൻഡർ. അപ്പോൾ ഇങ്ങനെ നാഷണലിസം, അത് ഈ ഇപ്പോൾ നാഷണലിസം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിൽ കുറേ സംഭവം നടക്കുന്നുണ്ട്. ബ്രിട്ടൻ ഫസ്റ്റ്, ബാക്കിയുള്ളവരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ നാഷണലിസം, ഇപ്പോൾ ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡിയോളജി പറയുന്നതാണ് BJP.
അതിനെതിരെ സെക്യുലർ ആവണം എന്ന് പറയുന്നത് കോൺഗ്രസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അടി, ഇവർ തമ്മിലുള്ള ഫൈറ്റ്, ഇതന്നെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൾച്ചർ വാറാണ്. ക്ലാസ് വാർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നെവർ ഹാപ്പൻസ്. അത് വരാൻ സമ്മതിക്കുകയില്ല. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നും അതൊരു കറക്റ്റൊരു ബാലൻസിൽ അവരിങ്ങനെ കൊണ്ടുപോവാണ്. എങ്ങനെയെങ്കിലും കൾച്ചർ വാർ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യും. 2011 ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ് എല്ലാവർക്കും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. 2008 വലിയൊരു ആഗോള മാന്ദ്യം, ഗ്ലോബൽ റിസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചു. ഈ ഹൗസിംഗ് മാർക്കറ്റ് തകർന്നു അമേരിക്കയുടെ. തോന്നിയവർക്കൊക്കെ ഇവർ ലോൺ എഴുതി കൊടുത്തിട്ട്, ഈ കണ്ണി കണ്ടവന്മാരുടെയൊക്കെ ലോൺ എഴുതി കൊടുത്തിട്ട് അത് പാളിയിട്ട് അവസാനം അവരുടെ ഹൗസിംഗ് മാർക്കറ്റൊക്കെ തകർന്നു. ഓക്കെ, ലീമാൻ ബ്രദേഴ്സൊക്കെ പൂട്ടിപ്പോയി. ഒരു വലിയൊരു ബാങ്കിങ് സിസ്റ്റമായിരുന്നു, അവരെ പൂട്ടിപ്പോയി. ബാക്കിയുള്ളവനൊക്കെ ഗവൺമെൻറ് ബെയിൽ ചെയ്തൊക്കെ എടുത്തു, കുറേ പേരെ രക്ഷിച്ചു. അതാണ് 2008 നടന്നത്. അപ്പോൾ 2011 കുറച്ച് ആൾക്കാർ ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ്, അതായത് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് ഉണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നടക്കുന്ന സ്ഥലം, വലിയൊരു ബുള്ളിൻ്റെ ഒരു ഇതില്ലേ, എല്ലാവരും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കില്ല, ഒരു ചെമ്പിൽ ചെയ്തൊരു ബുള്ളിൻ്റെ വലിയൊരു സാധനം, പ്രതിമ പോലത്തെ സാധനം, അതുള്ളതാണ് ഈ വാൾ സ്ട്രീറ്റ് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മതിയായി. ഈ ആൾക്ക് കുറേ പേരിന് ജോലിയും പോയി, കുറേ പേർക്ക് അവരുടെ വീടും പോയി, അവരുടെ ലോണും അവരിതുവരെ അടച്ച പൈസയും പോയി, എല്ലാം പോയി. ആൾക്കാർക്ക് പീപ്പിൾ ആർ ഫ്രസ്ട്രേറ്റഡ്. ആൾക്കാർക്ക് മതിയായി ഈ ഗവൺമെൻറ്റിനെ കൊണ്ടും ഇവിടുത്തെ സിസ്റ്റത്തിനെ കൊണ്ടും. അങ്ങനെ കനേഡിയൻ ഒരു ആൻറ്റി കൺസ്യൂമറിസ്റ്റ് മാഗസിൻ ഉണ്ട്, അവർ ആഡ് ബസ്റ്റേഴ്സ് എന്നാണ് അവരുടെ പേര്. അവരൊരു ബ്ലോഗ് പോസ്റ്റ് ഇടുകയാണ്. സെപ്റ്റംബർ 17 2011 കൊല്ലം സെപ്റ്റംബർ 17 നമുക്ക് കുറച്ച് പേര് വാൾ സ്ട്രീറ്റ് പോയിട്ട് പ്രതിഷേധം പോലെ അവിടെ ഒക്യുപ്പൈ ചെയ്യാം, ഒന്നുമില്ല, അവിടെ പോയി ഇരിക്കുക, ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അതായത് ഒരു മാസ് പ്രൊട്ടസ്റ്റ്, ചുമ്മാ ഒരു സ്ഥലത്ത് പോയിട്ട് അടിപിടി ഉണ്ടാക്കുകയല്ല, അവിടെ പോയിട്ട് ഒക്യുപ്പൈ ചെയ്യുക, ഞങ്ങളുടെ ജനങ്ങളുടെ പവർ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഈ അറബ് സ്പ്രിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ 2010 കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അത് ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കത്തിപ്പിടിച്ചൊരു സംഭവമാണ്. ടുണീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് രാജ്യത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് എവിടേക്കൊക്കെ സ്പ്രെഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിയ, ഈജിപ്ത്, യമൻ, സിറിയ, ബഹ്റൈൻ, ഇത്രയും സ്ഥലങ്ങളിൽ അതാത് ഗവൺമെൻറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനെതിരെ, കറപ്റ്റായിട്ടുള്ള ഗവൺമെൻറ് സിസ്റ്റത്തിനൊക്കെ എതിരെ ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. അറബ് സ്പ്രിങ് എന്നാണ് അതിൻ്റെ പേര്. അന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രോ ഡെമോക്രസി, ഈ ബാക്കിയുള്ള ഫോം ഓഫ് ഗവൺമെൻറ് ഒന്നും വേണ്ട, അതോറിറ്റേറിയൻ ഗവൺമെൻറ് ഒന്നും വേണ്ട, നമുക്ക് പ്രോ ഡെമോക്രസിക് ഈ ഗവൺമെൻറ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും ആൻറ്റി ഗവൺമെൻറ് പ്രതിഷേധങ്ങൾ നടക്കുകയാണ് മുഴുവൻ, ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റും നടക്കുന്നത്. അവരുടെ മെയിൻ സ്ലോഗൻ എന്താണെന്നറിയോ? വി ആർ 99% എന്നായിരുന്നു ആ സ്ലോഗൻ. മനസ്സിലാവുന്നുണ്ടോ? വി ആർ 99% എന്നാണ് ആ ഒരു സ്ലോഗൻ. അപ്പോൾ ഈ അറബ് സ്പ്രിങ്ങിൽ ഈ പ്രതിഷേധം നടന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചത്, അവിടുത്തെ എത്ര ഗവൺമെൻറ് മാറിയെന്നറിയോ? ടുണീഷ്യയിലെ, ലിബിയയിലെ, ഈജിപ്തിലെ, യമനിൽ 2012 ഇത്രയും സ്ഥലത്ത് ആൾക്കാർ ഗവൺമെൻറ് മാറി, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കപ്പെട്ടു ഈ അറബ് സ്പ്രിങ് കാരണം. ഓക്കെ, അതാണ് ഇവിടെ ഇത്ര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അമേരിക്കയിൽ ഇത് നടക്കുന്നത്. അതായത് ഒരാൾക്കും ഈ 2008 ഈ ഗ്ലോബൽ റിസഷൻ ഈ അമേരിക്കക്കാർ ഒരു തോന്നിവാസം ചെയ്തിട്ട് ഇവിടെ നടന്നിട്ടും ഒരാൾക്കെതിരെ ഒരു ആക്ഷനോ, ഒരാൾക്കെതിരെ ഇവൻ കാരണമാണ് ചെയ്തതെന്നോ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും ദ വാക്ക് ഫ്രീ. അവർക്കൊന്നും സംഭവിച്ചില്ല, അവർക്കെതിരെ കേസുമില്ല, ഒരു കുഴപ്പമില്ല. ആദ്യം
കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ് വന്നു ഓക്യുപൈ വാൾ സ്ട്രീറ്റിന് പറഞ്ഞ ഡേറ്റിന്. പിന്നെ അത് ഇങ്ങനെ കൂടി, അത് കൂടി 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 വലിയൊരു പ്രൊട്ടസ്റ്റായി, ഭയങ്കര വലിയൊരു പ്രൊട്ടസ്റ്റായി, ഭയങ്കര ഒരു ഐക്കോണിക് ഒരു വീഡിയോ ഉണ്ട്. അതായത് ആൾക്കാർ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ നിലത്ത് നിൽക്കുക വാൾ സ്ട്രീറ്റിൻ്റെ, അവർ എന്നിട്ട് ഓക്യുപൈ വാൾ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ച് സമാധാനം പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുക. മുകളിൽ ഈ വാൾ സ്ട്രീറ്റ് ബാങ്കേഴ്സ് ഉണ്ടല്ലോ, അവരിങ്ങനെ മുകളിൽ ഒരു ബാൽക്കണി പോലത്തുള്ള സ്ഥലത്ത് നിന്നിട്ട് വൈന് കുടിക്കുക, ഇവരെ നോക്കിയിട്ട് കളിയാക്കിയിട്ട്. അതൊരു ഭയങ്കര ഐക്കോണിക്കായിട്ടുള്ളൊരു സംഭവമാണ്. ആ ഒരു വൈനൊക്കെ കുടിച്ചും ഇവരൊക്കെ ഏതൊരു ടീംസ് എന്ന് പറഞ്ഞിട്ട് അവർ മുകളിൽ നിന്നിട്ട് പുച്ഛത്തോടെ ഈ താഴെയുള്ള പ്രൊട്ടസ്റ്റേഴ്സിനൊക്കെ നോക്കുന്നൊരു വീഡിയോ ഉണ്ട്. അത് ഭയങ്കര ഒരു സംഭവ വീഡിയോ. അപ്പോൾ ഇതാണ് ഓക്യുപൈ വാൾ സ്ട്രീറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഈ ഓക്യുപൈ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് വാറിൻ്റെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല. 2008 റിസഷൻ കഴിഞ്ഞു, അതിന് ഗവൺമെൻറ് നൈസായിട്ട് ഒതുക്കി, ആർക്കും കേസൊന്നും വരാത്ത രീതിയിൽ അവർ ഒതുക്കിയെങ്കിലും ഇവർക്ക് ഇത്രയും വലിയ പ്രശ്നം ഈ ജനങ്ങൾ കൂടും എന്ന് അവർ വിചാരിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1% ഓഫ് പീപ്പിൾ കൺട്രോൾ 50% വെൽത്ത്. പക്ഷേ എണ്ണം എവിടെയാണ് കൂടുതൽ, ആൾക്കാർ എണ്ണം എവിടെയാണ് കൂടുതൽ? വി ആർ 99% എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗനെ എവിടെ നിന്ന് വന്നു? അത് ആൾക്കാരുടെ എണ്ണമല്ലേ. നമ്മളെല്ലാ ജനങ്ങളും കൂടി വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ലൂയിജി മാഞ്ചിയോണി ചെയ്തത് കണ്ടില്ലേ? പുള്ളിക്ക് ഒരു സിഇഒൻ്റെ അടുത്ത് ദേഷ്യം, ആ കമ്പനീൻ്റെ അടുത്ത് ദേഷ്യം, പുള്ളി സിഇഒനെ പോയിട്ട് ഒറ്റവടി. എല്ലാ ജനങ്ങളും പറയുന്നത് ലൂയിജിനെ വെറുതെ വിടണമെന്നാണ് പറയുന്നത്. കാരണം അത്രയും അലമ്പായിട്ടുള്ളൊരു കമ്പനിയാണിത്. ഇൻഷുറൻസ് അർഹതപ്പെട്ടവർക്കും കൂടെ അവർ ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്യും. അങ്ങനെ തോന്നിയ ദിവസം കളിക്കുന്ന ഒരു കമ്പനിയാണ് യുണൈറ്റഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സിഇഒനെ ഇവൻ വെടിവെച്ച് വന്നു. അപ്പോൾ ഒരാൾ വിചാരിച്ച ഒരു കമ്പനീനൊക്കെ നാളെ വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം. അപ്പോഴാണ് ഈ 99% ആൾക്കാർ വിചാരിച്ച നാളെ എന്ത് സംഭവിക്കും. ഇത് ക്ലാസ് വാറാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആൾക്കാർ എന്ത് ചെയ്യണം? ഇത് നടക്കുന്നത് അമേരിക്കയിലാണ്. തേർഡ് വേൾഡ് കൺട്രിയിലൊന്നും ആണെങ്കിൽ ആരും മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അവർക്കൊക്കെ 2 ലാത്തി വീശിയിട്ട് ഓർഡറാ വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഓടിച്ചു വിടും. ഇത് അവിടെ സംഭവിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം? ഇനി ഒരു കളി കളിക്കണം. ഇനി ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ഈ 2011 ശേഷം നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഒരു സഡൻ ഷിഫ്റ്റ് നടക്കുകയാണ്. അതുവരെ ഈ LGBTQ ഗേ, നീ ഗേ ആണോ, നീ ഗേ ആയിക്കോ, അതിനിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് 2012 ഒബാമ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സെക്സ് മാരേജിനെ എൻഡോഴ്സ് ചെയ്തു. അതായത് ഒരു പ്രസിഡൻറ്റ് സെയിം സെക്സ് മാരേജിനെ എൻഡോഴ്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിൽ ആദ്യത്തെ നടക്കുന്ന ഒരു കാര്യമാണ്. 2013 ഡോമ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു നിയമമുണ്ട്, ഡിഫൻസ് ഓഫ് മാരേജ് ആക്ട് ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തു. അതിലാണ് ഈ സെയിം സെക്സ് മാരേജ് നടക്കരുത് ഉള്ളത്. ആ ഒരു ലോ അത് 1996 ഉണ്ടാക്കിയ ലോ ആണ്. അതിനെ ക്യാൻസൽ ചെയ്തു. ഇത് ഒരു ലോ ആണ് ഈ സെയിം സെക്സ് മാരേജ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും കാലം. അതിനങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. 2015 ഒബർഗഫെൽ വേഴ്സസ് ഹോജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട് സുപ്രീം കോടതിയിൽ. ആ കേസിൽ സെയിം സെക്സ് മാരേജിനെ ലീഗലാക്കി. നേഷൻ വൈഡ് അമേരിക്കയിൽ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാമെന്നുള്ള രീതിയാക്കി. 2011 ഓക്യുപൈ വാൾ സ്ട്രീറ്റ് തുടങ്ങി. അത് എല്ലാവരും ഒന്ന് പേടിച്ചു. ഈ ക്ലാസ് വാറിൽ ഈ ക്ലാസ് കാറ്റഗറിയിൽ നിൽക്കുന്ന ഈ പൈസക്കാർ നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് പേടിച്ചു. ഈ ആൾക്കാരൊക്കെ ഇളകിയാൽ നമ്മൾ പ്രശ്നത്തിലാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അവർ നമുക്കൊരു സാധനം ഇട്ട് തന്നു. ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കില്ല, അതുപോലൊരു സാധനം ഇട്ട് തന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മീഡിയയിൽ അയ്യോ LGBTQ, അയ്യോ ഇവർ എന്നെ ഗേ ആക്കാൻ വരുന്നേ, അയ്യോ LGBTക്കാരൊക്കെ വരുന്നേ, അയ്യോ ഓടിക്കോ എന്ന് പറയുന്ന ഈ സംഭവം, ഈ ഒരു പാനിക്കില്ലേ, ഇത് ആക്ച്വലി
ഒരു കസ്റ്റം മെയ്ഡ് സാധനമാണ്. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതിൻ്റെ ടൈം ലൈൻ ജസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇറ്റ്സ് വെരി ഷെയ്ഡി. ആ ഒരു 3 കൊല്ലം കൊണ്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ മെയിൻ ശത്രു LGBTQ എന്ന് പറയിപ്പിച്ചു എല്ലാവരെ കൊണ്ടും. അത് എന്ത് ചെയ്തു വെച്ചാൽ ഈ ക്ലാസ് വാർ ഇനി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ബഹളമായി. LGBTQ സപ്പോർട്ട്, ഒരു പ്രൈഡ് മന്ത് വന്നു, ഒരു മാസം മുഴുവൻ പ്രൈഡ് റാലി നടത്തും. അപ്പോൾ അതിനെതിരെ കുറേ പേര്. പിന്നെ പ്രശ്നം ഈ എക്കണോമിക് റിസഷനും അതൊക്കെ ആൾക്കാർ മറന്നു. വോട്ട് അത് അവർ പൈസക്കാർ പൈസ ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ഈ ഗേനെ എനിക്ക് ഇടിക്കണം, അവനെ ഞാൻ ഇല്ലാണ്ടാക്കും എന്ന് ആ ഒരു ലെവലിലേക്ക് പോയി. ആൾക്കാരുടെ ശ്രദ്ധ മാറ്റിവിട്ടു. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതൊക്കെ നോക്കിക്കോ. എല്ലാം ഈ ഒരു സമയത്താണ് നടക്കുന്നത്. ഈ ഓക്യുപൈ വാൾ സ്ട്രീറ്റ് കഴിഞ്ഞതാണ് ഇത് മുഴുവൻ. ഈ മീഡിയ പുഷ് ചെയ്താണ്. 2014 ട്രാൻസ് ആയിട്ടുള്ള ഒരാളിന് ലെവൻ കോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണോ എന്നൊരു ഡൗട്ടുണ്ട്. 2013 ഓറഞ്ച് ഈസ് ദ ന്യൂ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നത്. അതിൽ അഭിനയിച്ച ആളാണ് ഈ ലെവൻ കോക്സ് പറഞ്ഞിട്ട്. അവർ ടൈം മാഗസീൻ്റെ കവർ പേജിൽ വന്നു, ലെവൻ കോക്സ് എന്ന് പറഞ്ഞിട്ട്. ട്രാൻസ്ജെൻഡർ ടിപ്പിംഗ് പോയിൻ്റ് എന്നാണ് ആ ഒരു സംഭവത്തിനെ ഇവർ വിളിച്ചത്. അതായത് മെയിൻ സ്ട്രീമിലേക്ക് വന്നു ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ട്രാൻസ് ആൾക്കാരൊക്കെ ഇനി മെയിൻ സ്ട്രീമാണ്, അവരിനെ നമ്മൾ ആ ഒരു ഇതിലൂടെ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മീഡിയ പുഷ് 2014 ടൈം മാഗസിൻ കൊണ്ടുവന്നു. ഒരു പൊളിറ്റിക്കൽ കോൺവെർസേഷൻ, ഈ ട്രാൻസ് ഒരു പ്രശ്നമായി വന്നതേ ഈ ഒരു കാലഘട്ടത്തിലാണ്. ട്രാൻസ് റൈറ്റ്സ്, വുമൻ സ്പോർട്സിൽ ട്രാൻസിന് ഇൻക്ലൂഡ് ചെയ്യണോ? ഇൻക്ലൂഡ് ചെയ്യരുത്, ഇൻക്ലൂഡ് ചെയ്യണം. ഇത് മുഴുവൻ വന്നത് തന്നെ ഈ ഒരു സമയത്താണ്. കേറ്റ്ലിൻ ജെന്നറിനെ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ബ്രൂസ് ജെന്നർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഒളിമ്പ്യൻ ചാമ്പ്യനാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആളാണ്. അയാൾ പബ്ലിക്കലി ട്രാൻസിഷൻ ചെയ്തു പെണ്ണായിട്ട്. വലിയൊരു ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആളാണ്. ഭയങ്കര അമേരിക്കൻ ഹീറോ ആണ് അയാൾ ട്രാൻസിഷൻ ചെയ്തു. കേറ്റ്ലിൻ ജെന്നർ ആയി. പിന്നെ ബ്രൂസ് ജെന്നർ പോയിട്ട് കേറ്റ്ലിൻ ജെന്നറായി. അത് 2015 അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അതായത് ഇത്രയും വലിയൊരാൾ, ഒരു സെലിബ്രിറ്റി, ഒരു ട്രാൻസ് ആയിട്ട് മാറി ഓപ്പണായിട്ട്. ഇനി ആരെങ്കിലും ക്ലോസറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം, എല്ലാവരും ട്രാൻസ് ആവൂ എന്ന് മീഡിയയിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ഈ ഒരു നെറേറ്റീവ് ചെയ്തെടുത്തു. 2016 ഒബാമ അഡ്മിനിസ്ട്രേഷൻ ബാത്റൂം ഗൈഡൻസ് കൊണ്ടുവന്നു. അതായത് പബ്ലിക് സ്കൂളുകളിൽ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരിനെയും അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ പെണ്ണ് പോലെ ഐ എം ഐഡൻറ്റിഫൈങ് ആസ് വുമൺ എന്നാണെങ്കിൽ എനിക്ക് ഈ വുമൻ ബാത്റൂമിൽ പോകും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വുമൺ ഐ എം ഐഡൻറ്റിഫൈങ് ആസ് മെൻ ആണെങ്കിൽ ആണുങ്ങളുടെ ബാത്റൂമിൽ പോകാമെന്നുള്ള ഗൈഡൻസ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു 2016. 2014 വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഒബാമൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെഡറൽ എംപ്ലോയീസ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഇല്ല, അവർ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനിൽ ഡിസ്ക്രിമിനേഷൻ നേരിടാൻ പാടില്ല, പ്രത്യേകിച്ച് ഫെഡറൽ എംപ്ലോയീസും കോൺട്രാക്ടേഴ്സും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ പ്രഖ്യാപിച്ചു. അതായത് ഫുൾ സപ്പോർട്ടാണ് ട്രാൻസിനും LGBTQ. എപ്പോഴാണ് ഇത് നടക്കുന്നത്? ഓക്യുപൈ വാൾ സ്ട്രീറ്റ് നടന്നതിന് ഒരു 3-4 കൊല്ലത്തിന് ശേഷം. മനസ്സിലാവുന്നുണ്ട് അത്. ദേ ഡോണ്ട് വാണ്ട് അസ് ടു ഗോ എഗെയിൻസ്റ്റ് ദം. അതായത് നമ്മൾ സംഘടിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തകർക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റാത്ത ഒരു കാര്യമില്ല ഈ ലോകത്തില്ല. ഈ 99% ആൾക്കാരും ഒരു കാര്യം വിചാരിച്ച, ഇപ്പോൾ ജസ്റ്റ് ഒരു വേറൊരു എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എക്സാമ്പിൾ, ഈ ആഗോള കാര്യമൊക്കെ അവിടെ കേട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ
ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോണ ആ ഒരു റൂട്ട്, അവിടെ ഫുള്ള് ബ്ലോക്കും ഈ റോഡ് പണിയും മറ്റേതൊക്കെയാണ്. എന്നിട്ടും മറ്റേ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇപ്പോഴും ടോൾ പിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നിർത്തിയിരുന്നത്, പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ആ ടോൾ പിരിക്കുന്നത് ആ വഴി കൂടെ വരുന്ന എല്ലാ വണ്ടികളും വിചാരിക്കണം, ഒരുമിച്ച് വിചാരിക്കണം, ഞങ്ങൾ ടോൾ കൊടുക്കില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. നിങ്ങൾ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കുമോ? പട്ടാളത്തിനെ വിളിക്കുമോ? എത്ര ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? എത്ര ബുള്ളറ്റ്സ് ഉണ്ട്? അതിനേക്കാളും ആളുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിടും? ആറ്റം ബോംബ് ഇടുമോ? മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് ഇനി ഇവിടെ വേണ്ട, ഇനി ഇങ്ങനത്തെ ഒരു സിസ്റ്റം വേണ്ട. ഈ പൈസക്കാർക്കൊരു നിയമം, പാവപ്പെട്ടവനൊരു നിയമം, പൈസക്കാരൻ്റെ കയ്യിൽ മുഴുവൻ വെൽത്ത്, ഈ ലോകത്തിൻ്റെ എല്ലാ വെൽത്തും ഏത് സ്ഥലം എവിടെ വേണമെങ്കിലും ഇപ്പോൾ മേടിക്കാനും എന്ത് ചെയ്യാനുള്ള പവർ ഈ എലീറ്റ്സിൻ്റെ കയ്യിലുണ്ട്. പാവങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പാവങ്ങളുടെ കയ്യിൽ ഉള്ളത് എണ്ണം. അപ്പോൾ ഇവരെല്ലാവരും കൂടി വന്ന് പ്രതിഷേധിക്കുക. ഈ എണ്ണം ഒരുമിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ സിസ്റ്റം തകരും. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഫ്രഞ്ച് റവല്യൂഷനും ബോൾഷെവിക് റവല്യൂഷനും, നേപ്പാളിൽ ഇപ്പോൾ ഇന്നാൾ സംഭവിച്ച നേപ്പാളിൽ ഓവർത്രോ ചെയ്തതും എല്ലാം കൾച്ചർ വാർ മാറി ക്ലാസ് വാർ നടക്കുന്നതിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ. പക്ഷേ ഈ ക്ലാസ് വാറുകാർ ഒരു കാര്യം ചെയ്തു വയ്ക്കും, കൾച്ചർ വാർ തുടങ്ങിക്കൊടുക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അത് കത്തി പടർന്നുകൊള്ളും. കാരണം എപ്പോഴും ഈ മതത്തിൻ്റെ പേരിൽ അടിയും, ഈ ആവശ്യമില്ലാത്ത എവിടെയോ കിടക്കണ LGBTQ ഇതിൻ്റെയൊക്കെ പിന്നെ പേരിൽ അടിയും ഈ പിടിയൊക്കെ എന്തിനാണ്? ഒരാവശ്യമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതെങ്ങനെ ഈ ഒരു മെയിൻ സ്ട്രീമായി, ഇത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതേപോലെ തന്നെയാണ് റിലീജിയന് ഇപ്പോൾ പണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ഇങ്ങനെ റെക്കോർഡ്സും ഈ സംഭവങ്ങളൊന്നുമില്ല. അന്നും ഈ രാജാവിനെതിരെ ആൾക്കാർ പ്രതിഷേധിക്കേണ്ടത്, എന്താ എത്ര ടാക്സ് മറ്റേത് മറിച്ച് എന്നൊക്കെ വന്നപ്പോഴായിരിക്കും എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഒരു മതം അങ്ങോട്ട് തുടങ്ങാം, ഒരു റിലീജിയൻ. അതാവുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കും. പിന്നെ അവരും തമ്മിലായിരിക്കും അടി, പിന്നെ നമ്മൾ രക്ഷപ്പെടും, അവരായി അവരുടെ പാടായി. അപ്പം എന്നെ ആരും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു സംഭവമാണ് ക്ലാസ് വാറും കൾച്ചർ വാറും. കൾച്ചർ വാറിൽ കെട്ടെന്ന് വട്ടത്തിരിയാണ് മനുഷ്യന്മാർ, സാധാരണ ആൾക്കാർ. അവർക്ക് ഫേസ്ബുക്ക് തുറന്നാൽ അതിൽ തെറി വിളിക്കണം, ആ നായിക ഡ്രസ്സ് കുറച്ച് കുറഞ്ഞു അതിനെ തെറി വിളിക്കണം, മറ്റേ ഈ മൊറാലിറ്റിയോ, നിങ്ങൾ നല്ലത്, അവർ നല്ലത്, ഇവർ ഇങ്ങനെ ചെയ്താൽ നല്ലത്, അവർ അങ്ങനെ ചെയ്താൽ നല്ലത്, അവരിനെ കണ്ടു പഠിക്കൂ, ഇവരിനെ കണ്ടു പഠിക്കൂ. പിന്നെ ഈ മറ്റേ ജെൻഡർ, നിങ്ങൾ അതല്ല, ഇത് ജെൻഡറായി കൂട്ടില്ല, അത് ജെൻഡറായി കൂട്ടില്ല, പിന്നെ മതം, എൻ്റെ മതം നിൻ്റെ മതം നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നമാണ് എല്ലാത്തിൻ്റെയും. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, എൻ്റെ പാർട്ടി നല്ലത്, നിൻ്റെ പാർട്ടി നല്ലത്, എൻ്റെ നേതാവാണ് നല്ലത്, നിൻ്റെ നേതാവ് മോശമാണ്, എൻ്റെ നേതാവിനെ കണ്ടുപിടിക്കണ, എൻ്റെ നേതാവ് അത് ചെയ്തതാണ്, നിൻ്റെ നേതാവ് എന്ത് ചെയ്ത്. ഇതന്നെ ഈ റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, കമ്മ്യൂണിസ്റ്റ്, മറ്റേ ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇതെല്ലാം കൾച്ചർ വാറിൽപ്പെടും. ക്ലാസ് വാറിൽ 2 ടൈപ്പേ ഉള്ളൂ, പാവങ്ങളും പൈസ ഇല്ലാത്തവരും പൈസ ഉള്ളവനും. അതാണ് ആ വ്യത്യാസം. ഇവിടെ ഒരു 50 കാര്യങ്ങളുണ്ട്, ഇവിടെ 2 ഉള്ളൂ, പണം ഉള്ളവനും പണം ഇല്ലാത്തവനും. അവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് സംഭവം. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ്, നമ്മളിതെല്ലാം ട്രേസ് ചെയ്ത് ബാക്കിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടായി, ഈ സിസ്റ്റം നമ്മൾ എന്താണ് ചെയ്യുന്നത്, സിസ്റ്റമിക് ഒപ്രഷൻ എന്നൊക്കെ പറയില്ലേ. അതായത് സിസ്റ്റമിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളിങ്ങനെ ജോലിക്ക് പോകണം, നമ്മളിത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബം ഉണ്ടാക്കി നമ്മളത് ചെയ്യണം, നമ്മളിത് ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യണം, നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടി നമ്മൾ ജീവിതം മുഴുവൻ നമ്മൾ അധ്വാനിക്കണം.
ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ട് റിട്ടയർമെൻറ്റ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇരിക്കുക. റിട്ടയർമെൻ്റ് ആകുമ്പോഴേക്കും ആളുടെ കാറ്റും പോകും, ഇല്ലാത്ത അസുഖവും വരും, എന്നിട്ട് നമ്മൾ ഡെഡാവും. ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റം എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമേ ഇല്ല. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേറ്റ് ജോലി എന്ന് പറഞ്ഞിട്ട് സംഭവമേ ഇല്ല. നാട്ടിൽ കുറേ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അഴിമതി, അവിടെ കള്ളന്മാർ, പൊളിറ്റീഷ്യന്മാർ, റോഡും മോശം, ശ്വസിക്കുന്ന കാറ്റിൽ AQI ഇല്ല, 300 400, അതും പ്രശ്നം, എല്ലാം പ്രശ്നം. അപ്പോൾ അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങും, വാട്ട് ദ ഫക്ക് ഈസ് ഹാപ്പനിങ് എന്ന് കുറേ പേര് ചോദിക്കും. അപ്പോൾ അവരിന് എന്ത് ചെയ്യണം? ട്രാപ്പിൽ പെടുത്തണം, എക്കണോമിക് ട്രാപ്പിൽ പെടുത്തണം. ആ എക്കണോമിക് ട്രാപ്പാണ് ഈ ഒരു സംഭവങ്ങൾ. ഒരാൾക്ക് സ്വന്തമായി വീട് വേണം, ഒരാൾക്ക് സ്വന്തമായിട്ട് അത് വേണം, ഇത് വേണം, കാറ് വേണം, അത് വേണം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഈ കാർ ഉണ്ടെങ്കിൽ ഭയങ്കര ഞങ്ങളുടെ സ്റ്റാറ്റസാണ്, അത് മേടിക്കണമെങ്കിൽ നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം, EMI കൊണ്ട് മേടിക്കാം. പക്ഷേ നീ ഒരു 30 കൊല്ലത്തേക്ക് പിന്നെ ട്രാപ്പായി, നിനക്ക് ജോലി വിടാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മളെ ട്രാപ്പിൽ കൊടുക്കുന്നത്. എന്തിന്? നമ്മളെ ഇങ്ങനെ ഈ കുതിരൻ്റെ മറ്റേ സാധനം കെട്ടിയിട്ട് ഇങ്ങനെ നിർത്തില്ലേ. നമ്മൾ സിസ്റ്റത്തിനെ എതിർക്കാനോ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യാനോ പോകാൻ പാടില്ല. അങ്ങനെ പോയിട്ടുണ്ട്. അത് അത്രയും എക്സ്ട്രീം കണ്ടീഷനിലെത്തുമ്പോൾ അത് ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യണം. കുറച്ച് ആൾക്കാർക്ക് വിവരം ഇല്ലെങ്കിൽ പാളും. അതിൻ്റെ 2-3 എക്സാമ്പിൾസാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനും മറ്റേതൊക്കെ. കൾച്ചറൽ വാറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അത് വേറെയാണ്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിലിൻ്റെ ബിഗ് ബോസിൽ അത് ചെയ്തു ഇത് ചെയ്തു, അത് ഡിസ്ട്രാക്ഷൻ, അത് വേറെ. ഇത് ശരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ 2 പൊളിറ്റിക്കൽ പാർട്ടി, BJPയും കോൺഗ്രസും നമ്മുടെ നാട്ടിൽ, അവിടെ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ആൾക്കാർ, ബേസിക്കലി മൊത്തത്തിൽ ലോകത്ത് എല്ലാവിടെയും റൈറ്റും ലെഫ്റ്റും എപ്പോഴും അടി തന്നെ, അടിയോടടി. കൺസർവേറ്റീവ്സും ലിബറൽസ് പറയും എല്ലാം ഓപ്പൺ ചെയ്യണം, എല്ലാം ലിബറലായിട്ട് കൊടുക്കണം, പാവങ്ങളിലേക്ക് രക്ഷിക്കണം എന്ന് പറയും. കൺസർവേറ്റീവ്സ് പറയും ട്രഡീഷണൽ വാല്യൂസ് കാത്തു രക്ഷിക്കണം, അതിനെതിരെ നിൽക്കണം, എല്ലാം ഞങ്ങൾ വെട്ടി മാറ്റും എന്ന് അവർ പറയും. അപ്പോൾ കുറച്ച് കാലം ലിബറൽസ് ഭരിക്കും, അവരുടെ മടുക്കുമ്പോൾ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് കൺസർവേറ്റീവ്സിനെ കൊണ്ടുവരും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു 2 കണക്ക് തന്നെയായിരുന്നു എന്ന് മനസ്സിലാവും. പിന്നെ ഇവരിനെ മാറ്റും, പിന്നെ അവർ വരും, അവരിനെ മാറ്റും, ഇവർ വരും. ഇതുതന്നെയാണ് ലോകത്ത് എല്ലാവരും ഇതന്നെ. കുറച്ച് കാലം കുറച്ച് പേര് ഭരിക്കും, പിന്നെ അവരിനെ ആൾക്കാർക്ക് മതിയാവും, പിന്നെ അടുത്ത ആൾ മാറ്റും. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നതും ഈ അടി മൊത്തം നടത്തുന്നതും കൾച്ചർ വാറിലാണ്. ക്ലാസ് വാറിൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത്. ഫ്രഞ്ച് റവല്യൂഷൻ 1789 നടന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 3 എസ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് എസ്റ്റേറ്റിലാണ് ചർച്ചും ദ ക്ലർജി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിലുള്ള ആൾക്കാർ വരുന്നത്. 2 നൊബിലിറ്റി, 3 പെസൻസ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2% ഉള്ളൂ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡും. 98% പോപ്പുലേഷൻ എവിടെയാണ് വരുന്നത്? തേർഡ് എസ്റ്റേറ്റിലാണ്. അതിൽ ഈ കച്ചവടക്കാരും പാവപ്പെട്ട പെസൻസ് ആയിട്ടുള്ള ആൾക്കാരും ഈ കുറച്ച് പൈസ ഉള്ളവരും എല്ലാം ഈ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ 98% വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു. 3 വോട്ട് കിട്ടും. ഫസ്റ്റ് എസ്റ്റേറ്റിന് ഈ രാജാവും ചർച്ചും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് 1 വോട്ടും, ഈ അരിസ്ട്രോക്രാറ്റ്സ് ഉണ്ടല്ലോ, ഈ മറ്റേ നൊബിലിറ്റി, ഈ മെയിൻ കാര്യമൊക്കെ നോക്കുന്ന അവർക്കൊരു വോട്ടും, ഈ എല്ലാ 98% പേർക്ക് 1 വോട്ട് കിട്ടും. അപ്പോൾ എന്ത് നിയമം ഉണ്ടാക്കിയാലും ഇവർ ജയിക്കും. ഈ രാജാവും മറ്റേ ചർച്ചിൻ്റെ ആൾക്കാർ എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നു ഫ്രഞ്ചിൽ. അപ്പോൾ അതിനൊരു മാറ്റം വന്നതാണ് വോൾട്ടയർ, റൂസോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആൾക്കാരുടെ കുറച്ച് ഐഡിയാസൊക്കെ എടുത്തിട്ട് കിങ് ലൂയി 16 ക്യൂൻ മേയർ അന്റോണിയേറ്റെ അങ്ങനെ എന്തോആണ് പേര്, ഇവർ 2 പേരും കൂടെയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവരിൻ്റെ ഭരണം മടുത്തിട്ട് അവിടുത്തെ ആൾക്കാർ, കുറച്ച് ഇങ്ങനെ ഫിലോസഫേഴ്സൊക്കെ ഉണ്ട്, വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ
ഐഡിയോളജിയിൽ നിന്നൊക്കെ എടുത്ത് ഇൻസ്പയർ ആയിട്ടാണ് അവർ റെവല്യൂഷൻ തുടങ്ങിയത്. ഈ ദ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ലെറ്റ് ദ മീറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ക്യൂൻ മേരി ആൻ്റോണേറ്റ് എന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞതാണ് ഭക്ഷണമില്ലേ എന്നാൽ പിന്നെ അവരടുത്ത് കേക്ക് കഴിക്കാൻ പറയുന്നത്. അമ്മാതിരി ടീംസായിരുന്നു അവർ. അപ്പോൾ അത് മടുത്തിട്ടാണ് അവസാനം ഈ 3 വോട്ടിൽ എപ്പോൾ നോക്കിയാലും ഇവർ ജയിക്കും. എന്ത് തീരുമാനം എടുക്കാൻ ടാക്സ് വേണ്ട, ഇവർക്കൊന്നും ടാക്സ് ഇല്ല. ഈ 2% ആൾക്കാർക്ക് ടാക്സ് ഇല്ല, 98% പേർക്കാണ് ടാക്സ്. അവരുടെ പൈസ കൊണ്ടാണ് ഈ ബാക്കിയുള്ളവർക്ക് ജീവിക്കുന്നത്. ഇപ്പോഴും അതന്നെ. ഇപ്പം അവർ നിയമം ഉണ്ടാക്കിയിട്ട് അതിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ടാക്സ് വെട്ടിക്കുന്നു, ബാക്കിയുള്ളവരുടെ ടാക്സിൽ ഇവർ ജീവിക്കുന്നു. സെയിം തന്നെ, ഇതാണ് കളി. ഇതൊരു ടിപ്പിംഗ് പോയിന്റിലെത്തും. അപ്പം മടുക്കും, ജനങ്ങൾ മടുത്തിട്ട് ഓവർ ത്രോ ചെയ്യും. അങ്ങനെയാണ് ചെയ്തത്. ഇതിൻ്റെ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ ബോൾഷെവിക് റെവല്യൂഷൻ്റെ ആഫ്റ്റർ മാത്ത് വളരെ മോശമായിരുന്നു. ഈ സ്റ്റാലിനും മറ്റവരൊക്കെ ഭരിച്ചിട്ട് ഒരുപാട് മരണങ്ങളും ഒരു അതോറിറ്റേറിയൻ റെജീമിലേക്ക് മാറി. പക്ഷേ ഈ ബോൾഷെവിക് റെവല്യൂഷൻ വന്നത് ഈ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജാവിൻ്റെ ടീംസ് ഉണ്ട്, സാർ നിക്കോൾസ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയാളുടെ ഭരണം മടുത്തിട്ട് അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഗവൺമെൻറ് വരികയാണ്. അപ്പോൾ അവരിനെ ഓവർത്രോ ചെയ്താണ് ഈ ഒക്ടോബർ റെവല്യൂഷൻ 1917. ലെനിനും റെഡ് ഗാർഡ്സ് എന്ന് പറയും, ഈ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരാണ്. അവർ ഒക്ടോബർ 24 1917 ഇതേപോലെ അടിച്ച് കയറുകയാണ് അവിടേക്ക്, വിൻ്റർ പാലസിലേക്ക് കയറി ആക്രമിക്കുകയാണ്. എന്നിട്ടാണ് സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സംഭവം ബോൾഷെവിക്ക്. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് എടുത്താൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനമുണ്ട്. 2017 ഈ ജല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ ഈ 2014 എങ്ങാണ്ട് ജല്ലിക്കെട്ട് നിരോധിച്ചു. ഈ ആനിമൽ പ്രൊട്ടസ്റ്റ് ടീംസ് കാരണം ജല്ലിക്കെട്ട് നിരോധിച്ചു. 2017 വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര വലിയൊരു പ്രൊട്ടസ്റ്റായിരുന്നു. അതായത് ലീഡറൊന്നുമില്ല, പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല. കുറേ ആൾക്കാർ അങ്ങോട്ട് വന്ന് ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് പോലെ അങ്ങോട്ട് തമ്പടിച്ചു. അവർ വന്നിട്ട് ഞങ്ങൾക്ക് ജല്ലിക്കെട്ട് വേണം, അത് ഞങ്ങളുടെ ട്രഡീഷനാണ്, കാളനെ ഒന്നും ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. അത് ഈ പീറ്റ ടീംസ് ഉണ്ടല്ലോ, മറ്റേ അനിമൽ സംഭവം വീഗൻസ് ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ എവിടെ നിന്നൊക്കെയോ പീറ്റൻ്റെ ഫണ്ടിങ്ങൊക്കെ മേടിച്ചിട്ട്, പീറ്റ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനല്ലേ, അപ്പോൾ അവരുടെ ഫണ്ടിങ്ങൊക്കെ മേടിച്ചിട്ട് അവർക്ക് ഇവിടെ എന്താ നടക്കുന്നത് പോലും അറിയില്ല. അവർ കാണുമ്പോൾ വീഡിയോയിൽ ഈ കാളിനെ കുത്തണം പിടിക്കണമൊക്കെയാണ്, ശരിക്കും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തർക്കിച്ച് അവസാനം ഗവൺമെൻറ്റിന് മാറ്റേണ്ടി വന്നു. തമിഴ്നാട് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ബില്ല് പാസ്സാക്കി ജനുവരി 23 ജല്ലിക്കെട്ട് അനുവദിച്ചുകൊണ്ട്. അത് വലിയൊരു പ്രൊട്ടസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ഈ കൊല്ലം നടന്ന നേപ്പാൾ പ്രൊട്ടസ്റ്റ് 48 മണിക്കൂറിൽ ഗവൺമെൻറ് വീണു. 26 സോഷ്യൽ മീഡിയ ആപ്പ് ബാൻ ചെയ്തതാണ്. ജെൻസിക്കാരിറങ്ങി. ഹമി നേപ്പാൾ എന്ന് പറഞ്ഞൊരു സംഘടന ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തു സെപ്റ്റംബർ 8 ഈ കൊല്ലം 2025. അതിൽ 19 പേരെങ്ങാണ്ട് മരിച്ചു ആ ഫസ്റ്റ് ഷൂട്ടൗട്ടിൽ. അതായത് പോലീസുകാർ അങ്ങോട്ട് പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ വെടിവെച്ചു. അതൊരു കലാപമായി മാറി. അവസാനം പാർലമെൻറ്റ് കത്തിച്ചു വിട്ടു. ഇത് കുറേയൊക്കെ ഈ ഇവർ തന്നെ ഉണ്ടാക്കണ CIA പോലത്തെ ആൾക്കാർ ഉണ്ടാക്കണ കുറേ ഈ അട്ടിമറിയുണ്ട്. പക്ഷേ ഈ ശരിക്കുള്ള അട്ടിമറികളും ഉണ്ട്. ശരിക്കുള്ള അട്ടിമറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടിപ്പിംഗ് പോയിന്റിൽ എത്തുകയാണ്. അതായത് ആൾക്കാർക്ക് മതിയാവും, ഇനി ഇവിടെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. പക്ഷേ അപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഇപ്പം നേപ്പാളിലെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 26 സോഷ്യൽ മീഡിയ ആപ്പ് ബാൻ ചെയ്തത് കൊണ്ടാണ് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അത് അവരൊരു മണ്ടത്തരം കാണിച്ചത് കൊണ്ടാണ്. ഈ ആപ്പും കോപ്പൊക്കെ ഉണ്ടെങ്കിലേ ഈ കൾച്ചറൽ വാർ നടക്കുള്ളൂ. മനസ്സിലായി? ഇപ്പം TV ഒന്നും ആരും കാണില്ല. കൾച്ചറൽ വാർ നടക്കണമെങ്കിൽ ആപ്പ് വേണം, ആൾക്കാർ അതിലേക്ക് പോകണം. കുറച്ച് പേര് എന്നാൽ പിന്നെ ഞങ്ങൾ അടി കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അത് ഓഫ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ നമുക്ക് പ്രശ്നങ്ങളും ആൾക്കാരിനെ വീണ്ടും ഹുക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ വേണ്ടത്.
ടിക്ടോക്കൊക്കെ അതല്ലേ ചെയ്യുന്നത്. ടിക്ടോക്കൊക്കെ അമ്മാതിരി അഡിക്റ്റീവ് അൽഗോരിതമാണ്. നമുക്കതിന് കണ്ണെടുക്കാൻ പറ്റില്ല. റീൽസ് പോലും നല്ല ടിക്ടോക്ക്. എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല. ഞാനൊക്കെ ആ കോവിഡിൻ്റെ ആ ഒരു സമയത്തൊക്കെയാണ് അത് ബാൻ ചെയ്തത്. ആ ഒരു സമയത്ത് ഇതന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി അഡിക്റ്റീവാണ്. അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അത് വല്ലാത്തൊരു അൽഗോരിതമാണ്. നമ്മൾ എന്ത് വിചാരിക്കണോ അത് വരുന്നു എന്നല്ല, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ കൂടുതൽ അതിലേക്ക് കൊണ്ടുപോയി, നമ്മളെ കൾച്ചറൽ വേൾഡിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ തമ്മിൽ അടികൂട്, നിങ്ങൾ 2 മതക്കാർ തമ്മിൽ അടികൂട്, നിങ്ങളുടെ വെൽത്തൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ, നിങ്ങൾ ഇത്തിരി ഒന്ന് ഇവിടെ അടികൂട് കേട്ടോ, ഞങ്ങളിപ്പോൾ വരാം. ആ ഒരു സ്കീമാണ് ഈ ആൾക്കാരുടെ. അപ്പോൾ ക്ലാസ് വാർ നടന്നിട്ടുണ്ട്, പക്ഷെ വളരെ റെയറാണ്. ഓക്കെ, അതായത് റൂളിംഗ് ക്ലാസ്സിൻ്റെ എതിരെ സാധാരണ ജനങ്ങൾ ഇറങ്ങുമ്പോഴാണ് ക്ലാസ് വാർ നടക്കുക. ക്ലാസ് വാറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, കൾച്ചർ വാറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഇത്രയും ഇൻഫർമേഷൻസ് അറിഞ്ഞു, നമ്മളിതിന്ന് എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത്, ഓരോ ആൾക്കാർക്ക് ഓരോന്ന് മനസ്സിലാക്കാം. എനിക്ക് പറയാനുള്ളത്, എവറി ഫക്കിംഗ് തിങ് വാട്ട് വി ആർ ഫൈറ്റിംഗ് നൗ ഇൻ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ വ്യൂസ് ആയിക്കോട്ടെ, എല്ലാം ഈസ് ടു കൺട്രോളസ്. ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ ഭയങ്കര സീരിയസ് ആക്കി എടുത്ത് നമ്മൾ എൻ്റെ പാർട്ടിനെ പറയോടാ, അവനെ വെട്ടിക്കൊന്ന്, അവനെ അടിച്ച് കൊല്ലടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ പെട്ടു, നിങ്ങൾ ആ ഒരു ഇവരുണ്ടാക്കിയ സിസ്റ്റത്തിൽ പെട്ട് യു ആർ ഗോൺ. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാര്യം ഞാനും മനസ്സിലാക്കിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ, ഞാൻ അത് നേരത്തെ പറഞ്ഞില്ല, ഈ LGBTQ എതിരെയൊക്കെ ഭയങ്കര ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം വാട്ട് ദ ഫക്ക് ആർ വി ഈവൻ ടോക്കിംഗ് അബൌട്ട്? ഒരാൾ അതായിക്കോട്ടെ, അയാൾ ഒരു നിർബന്ധിച്ച് നീ ഗേ ആവടാ എന്നാരും പറയുന്നില്ല. അത് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അങ്ങനെ ആരും പറയണമൊന്നുമില്ലല്ലോ. നീ ഗേ ആവും, അങ്ങനെ ആരും പറയണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ ആയാൽ മതി. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇൻസെക്യൂർ ആവണ്? അവനായിക്കോട്ടെ, നിന്നെ പിടിച്ച് ഉപയോഗിക്കാതെ വരില്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ വെറുതെ ഫൈറ്റ് ചെയ്യുക, അടികൂടുക, തർക്കിക്കുക. വാട്ട് ദ ഫക്ക് ആർ വി ഈവൻ ടോക്കിംഗ് അബൌട്ട്? These are all made us to concentrate on cultural war. Never, they are not even allowing us to look into the class war. നമ്മൾ ക്ലാസ് വാർ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം. മറ്റേത് എടുക്ക്, മതമെടുക്ക്, പൊളിറ്റിക്സ് എടുക്ക്, മറ്റേ ജെൻഡർ എടുക്ക്, മറ്റേ ബാത്റൂമിലേക്ക് ട്രാൻസിനെ കടത്താൻ പറ്റുമോ, ട്രാൻസുകാരനെ വുമൻ സ്പോർട്സിൽ കടത്താൻ പറ്റുമോ, പ്രതികരിക്ക്, നീ അടികൂട്. ഇതാണ് നടക്കുന്നത്. ഇത് നമ്മൾ എന്ന് മനസ്സിലാക്കുമോ, അപ്പോൾ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നും. ഇതെല്ലാം നമുക്കൊരു റോമൻ സർക്കസ് ആയിട്ട് തോന്നും. അതായത് നീ എന്തിനാ മോനെ ഇങ്ങനെ സീരിയസ് ആവണ്? ഇതൊക്കെ അവരുണ്ടാക്കിയതാണ് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, നിന്നെ ഈ സിസ്റ്റത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട്. നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് മോനെ എന്ന് നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതാവും എപ്പോൾ ഇത് മനസ്സിലാവുമ്പോൾ. എനിക്കത് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായപ്പോൾ ശരിയാണല്ലോ, നമ്മൾ എന്തിനായി വരുന്നത് ഓരോ കാര്യത്തിന് വേണ്ടി അടിയോട് എന്ന് എനിക്ക് തോന്നി. അല്ലേ, ഇത് കാണിച്ചു നോക്ക്. എന്തിന് ആരോ എന്തോ ബുക്കോ എന്തോ ഉണ്ടാക്കി, ശരി നിങ്ങൾക്കത് ഫോളോ ചെയ്തോ, നിങ്ങൾക്കതൊരു സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ റിലീജിയസ് ആയിക്കോ, നല്ല കാര്യം.
അതിന് നിങ്ങൾ അവനെ വെട്ടിക്കൊല്ല, ഇവനെ വെട്ടിക്കൊല്ല, അവന് ഇത് മോശമാണ് പറയുക, ഇവർ മോശമാണ് പറയുക, അവർ മറ്റേതാണ്, അവർ മറ്റേ ഇടിക്കുക. ആ സീനിലേക്ക് പോകുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ട്രാപ്പ് ആർ യു ഫോളോയിങ് ഇൻ ടു? ആ ട്രാപ്പാണ് കൾച്ചർ വാറിൻ്റെ ട്രാപ്പ്. അത് ഉണ്ടാക്കിയത് ഈ ക്ലാസ് വാർ നടക്കാതിരിക്കാനാണ്. അത് ആരാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഈ സിസ്റ്റം ഉണ്ടാക്കിയവരെ പല പേരിൽ നിങ്ങൾക്ക് വിളിക്കാം. റോക്കർ ഫെല്ലറെന്നോ, നിങ്ങൾക്ക് മറ്റേ ഗ്ലോബൽ എലീറ്റ്സ് എന്നോ, ഇപ്പോൾ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇല്ലുമിനാറ്റിയോ, ഇറ്റ്സ് അപ് ടു യു. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ അധികം നീട്ടുന്നില്ല, കാരണം നീട്ടിയാൽ എനിക്കറിയാം കുറേ പേര് 2 മണിക്കൂർ എന്ത് ഇവൻ്റെയൊക്കെ യാപ്പിങ് കേൾക്കണോ എന്ന് തോന്നും. പക്ഷേ എനിക്ക് 2-3 എക്സാമ്പിൾസ് കൂടി ഉണ്ട്. നല്ല രസമാണ് ഇതിങ്ങനെ പറയാൻ. ഇങ്ങനെ നോക്കുമ്പോഴേ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പിന്നെ അങ്ങനെ ഒരു തോന്നൽ വരും. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഓക്യുപൈ വാൾ സ്ട്രീറ്റ് സംഭവം. That changed everything. Occupy Wall Street സംഭവം is a pivotal moment in the class war and the culture war. അത് നമുക്ക് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നടന്ന ആ സീരീസ് ഓഫ് ഇവൻറ്റ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സോ ദാറ്റ്സ് ഇറ്റ് for today's video. See you next week. ഓക്കെ, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.